സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോഴൊക്കെയും ദൈവം നമ്മോട് സംസാരിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. Whenever we come to the presence of this Almighty God, the Lord is speaking to us and dealing with us. അക്ഷരനഗരി എന്നറിയപ്പെടുന്ന കോട്ടയം പട്ടണത്തിൽ നാം ചിന്തിക്കേണ്ടതും ദൈവത്തിന് നന്ദി കരയേറ്റതുമായ അനേക വിഷയങ്ങൾ ഉണ്ട്. It is in the city of Kottayam plenty of things that we have to meditate upon and offer thanks unto the Lord for the same purpose. അതിപ്രധാനമായ ഒരു വിഷയം 1819 രണ്ട് മരപ്പണിക്കാരുടെയും ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെയും നേതൃത്വത്തിൽ സഹായത്തോടുകൂടി റവറൻഡ് ബെഞ്ചമിൻ ബെയ്ലി രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയ ഒരു പ്രസ്സിലാണ് ആദ്യമായി മലയാളം ബൈബിൾ പുതിയ നിയമം അച്ചടിക്കുന്നത്. In 1898, under the auspicious leadership of two carpenters and a goldsmith, the first copy of Malayalam Bible was printed at Kottayam under the leadership of Reverend. പിന്നീട് 1835 പഴയ നിയമഭാഗങ്ങളും ബെയ്ലി പൂർത്തീകരിച്ചു. Thereafter in 1835 the Old Testament parts had been completed. 1841 ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ പൂർണ്ണമായും അച്ചടിച്ച് മലയാളത്തിൽ നമുക്ക് ലഭിച്ചു. In 1841 the current copy that is in practice, that complete version was printed. അങ്ങനെ ഏറെക്കുറെ കഴിഞ്ഞ 207 വർഷങ്ങളായി കൃപയാൽ കർത്താവ് നമ്മോട് കരുണ കാട്ടി ഈ വിശുദ്ധ വേദപുസ്തകം മലയാളത്തിൽ അച്ചടിച്ച് നമുക്ക് ലഭിക്കാനിടയായി. This for the past 207 years the Lord has been gracious unto us. Today we got the full version, complete copy of the Bible in the printed form. ഈ ബൈബിൾ അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനമൊന്നായ ഗലാത്യ ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്നലെ രണ്ട് വചനങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ ഇടയായത്. In this Bible, Apostle Paul wrote some epistles, of which Galatians chapter 1. Yesterday we meditated on a few things based on 2 verses. 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നുള്ളത് നാം അതിൽ നിന്നുള്ള ആലോചന ദൂത് കേൾക്കുവാനിടയായി. Last night we inclined to the message, the word of God, based on Galatians chapter 1 verses 3 and 4. The Lord has delivered us from the present wicked world, whereby we find peace and grace through the Father. ഇതേ ലേഖനത്തിൽ തന്നെ ഇന്ന് രാത്രിയും ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. From the same epistle today we are delighted to read a portion of the scripture. 6-ാം അധ്യായത്തിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's move on to verses 7 and 8 of chapter 6. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the most holy name of God. അപ്പോസ്തലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ 4 പ്രമുഖ ലേഖനങ്ങളുണ്ട്. Apostle Paul has written of the epistles of Apostle Paul, 4 are prominent. അതിലൊരു ലേഖനമാണ് ഗലാത്യ ലേഖനം, of which one is Galatians. മറ്റുള്ളവ റോമർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ. Others epistle to Romans and 1 Corinthians and 2 Corinthians. ഗലാത്യ സഭ അപ്പോസ്തലനായ പൗലോസിനാൽ സ്ഥാപിക്കപ്പെട്ട സഭയാണെന്ന് പറഞ്ഞു വരുന്നു. It is mentioned that Galatian church was established by Apostle Paul. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന പ്രമാണ രേഖ ഇതിൽ അടങ്ങിയിരിക്കുകയാണ്. In this we understand there is a latent the fundamental aspects of Christian law. ക്രിസ്ത്യാനിയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഈ ലേഖനത്തിന്റെ വിശേഷതയാണ്, അഥവാ പ്രത്യേകതയാണ്. The declaration of freedom of the Christians is mentioned here, which is highlights of this epistle. അശരീക പരിച്ഛേദന, ന്യായപ്രമാണ ആചരണം, യഹൂദ്യ ഉത്സവങ്ങൾ എന്നിവ ക്രിസ്തീയ വിശ്വാസത്തോടൊപ്പം ആവശ്യമാണെന്ന യഹൂദ ഉപദേഷ്ടാക്കന്മാരുടെ ഉപദേശത്തിന് പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന മറുപടി കൂടിയാണ് ഗലാത്യ ലേഖനം. For the observance of the circumcision, following the law and the doctrinal truths which are to be followed, Saint Paul, he opines, he contributes to a view which is mentioned in this epistle. 6-ാം അധ്യായം ആത്മീയ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ്. 6-ാം അധ്യായം ഗലാത്യ ലേഖനം 6-ാം അധ്യായം ആത്മീയ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ്. Chapter 6 speaks about the spiritual fruits. Galatians chapter 6 speaks about the fruit of the Spirit. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഇവിടെ നാം വായിക്കുമ്പോൾ In this passage we understand, 8-ാമത്തെ വാക്യത്തിൽ in verse 8,
രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം. Two things are mentioned. ഒന്ന്, രണ്ട് വിധമായ വിത. The first thing is two kinds of sowing. രണ്ട് വിധമായ കൊയ്ത്ത്. Second, two kinds of harvesting. അക്ഷരികമായി നാം ചിന്തിച്ചാൽ കോട്ടയം, ആലപ്പുഴ പ്രദേശത്തുള്ളവർക്ക് വിതയെക്കുറിച്ചും കൊയ്ത്തിനെക്കുറിച്ചും നല്ല പരിചയമാണ്. Literally, when we think about this one, people belong to Kottayam, Alappuzha, highly acquainted with the sowing and reaping. കേരളത്തിലെ നെല്ലറ എന്ന് അറിയപ്പെടുന്നത് രണ്ട് പ്രദേശങ്ങളാണ്. ഒന്ന് പാലക്കാടാണ്, മറ്റൊന്ന് കുട്ടനാടാണ്. In Kerala, two places are called the barn of or the granary of paddy. One is Palakkad, other one is Kuttana. ഇവിടെ രണ്ട് വിധമായ വിതയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. In this passage, we come across two kinds of seed. അതിനനുസരണമായ രണ്ട് വിധമായ കൊയ്ത്ത് അഥവാ ഫലശേഖരത്തെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നു. Subsequent two kinds of harvesting or reaping also mentioned here. കൊയ്ത്തെന്ന് പറയുമ്പോൾ കൃഷിക്കാർക്കെല്ലാം സന്തോഷമുളവാകുന്ന വിളവെടുപ്പ് ഒരാഘോഷമാണ്. Reap is the process of collection of the fruits which is providing joy to all the farmers. ഒരു നല്ല കൃഷിക്കാരൻ ഭൂമിയുടെ നല്ല വിളവിനായിട്ട് അഥവാ വിലയേറിയ ഫലത്തിനായി കാത്തിരിക്കുന്നുവെന്ന് യാക്കോബ് അപ്പോസ്തലൻ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. Apostle James in chapter 5 verse number 7 says, a good husbandman is waiting for the collection of the good harvest. വിതയ്ക്കപ്പെടുന്നതിന് അനുസരണമായിട്ടായിരിക്കും കൊയ്ത്ത് നടക്കുന്നത്. Harvest take place in accordance to the sowing. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. 2 Corinthians chapter 9 verse number 6 we read about the same. ബൈബിൾ പഴയ നിയമഭാഗങ്ങൾ വായിക്കുമ്പോഴും വിളവെടുപ്പ് സമയം ആഘോഷമാണെന്ന് കാണുന്നുണ്ട്. When we refer to the Old Testament pages also, we understand the time of harvesting is a season of joy. സങ്കീർത്തനം 4:7 നാം വായിക്കുന്നത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് സന്തോഷമുണ്ടായി എന്നാണ്. As we turn to Psalm 4 verse 7, we understand as they found the multiplicity of wine and corn, there was joy in them. 126 സങ്കീർത്തനം 126-6 വായിക്കുമ്പോൾ അവിടെയും കാണുവാൻ കഴിയുന്നു, നല്ല വിളവ് കിട്ടി കറ്റ ചുമന്നും ആർത്തും സന്തോഷത്തോടെ വരുന്നതിനെ കുറിച്ച് പാടിയിരിക്കുന്നു. Psalm 126 verse 6 also it is mentioned that they got the sheaves, they got the fruit with the joy, they were marching forward. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ Moreover, John's Gospel chapter 4 verse 36, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കും എന്ന് നാം കാണുന്നു. the sower and the reaper together shall rejoice. എന്നാൽ ഗലാത്യർ 6:8 നമ്മൾ വായിച്ചത് എന്താണ്? However, in Galatians chapter 6 verse number 8, what do we read? ജഡത്തിൽ വിതയ്ക്കുന്നവരെ കുറിച്ചാണ് ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. First, it is mentioned about the process of sowing in the flesh. ഇതൊരു സാധാരണ വിതയല്ല. This is not a common sowing. ഈ ലോകത്തിൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. That speaks about the people who are following in the desires of the flesh. സാക്ഷിയിൽ നാം അത് സവിസ്തരം കേട്ട് കഴിഞ്ഞു. The testimony in the detailed fashion we incline to. ഇന്ന് അനേക യുവതികൾ, യുവാക്കന്മാർ, അനേക പ്രിയപ്പെട്ടവർ ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഒത്തവണ്ണമായി മുൻപോട്ട് പോകുന്നു. Today, many youngsters, many people move forward according to the leading of the spirit of the flesh. വിശേഷിച്ച് യുവതലമുറ അനേകർ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. Particularly this is a season in which the lines are shed of youngsters move forward after this fashion. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പോലീസ് ഓഫീസറോട് സംസാരിച്ചപ്പോൾ ഇതിനൊക്കെ എന്ത് പരിഹാരം ഉണ്ടാക്കുവാൻ കഴിയുമെന്നാണ് അദ്ദേഹം എന്നോട് ചോദിക്കുന്നത്. A few days ago, once he engaged in a conversation with the police officer, he was asking, alas, how shall we find remedy, answer to these maladies? തെരുവിൽ കൂടെ നടക്കുന്ന ഒരു യൗവനക്കാരനെയോ യൗവനക്കാരിയോ നമുക്ക് ഉപദേശിപ്പാൻ വയ്യാത്ത ഒരു കാലഘട്ടമാണ് പാസ്റ്ററെ എന്ന് താൻ എന്നോട് പറഞ്ഞു. A man who is walking through the slug, pastor, we cannot advise them, admonish them. കാരണം അവരെയും കേസിൽ കുരുക്കി മറ്റു പല വകുപ്പിലേക്ക് നീക്കുവാനാണ് ഇങ്ങനെയുള്ളവർ ആഗ്രഹിക്കുന്നത്. Such people have the interest to entangle these people in cases and trap them into problems. കാരണം ഇന്ന് സാത്താൻ അനേകരെ വഞ്ചിച്ച് പ്രാകൃതരാക്കി ജഡീകരാക്കി ഇങ്ങനെയുള്ള വഴിയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. Because the devil has tantalized, cheated many people and redirecting them under the sinful and dangerous ways. ആകയാൽ അധികാരികളും പകച്ചു നിൽക്കുകയാണ്. Therefore, even the officers are stumbled at. മാതാപിതാക്കൾക്ക് മക്കളെ നിയന്ത്രിപ്പാൻ കഴിയുന്നില്ല. Parents are not able to have control over their children. ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ വന്നിരിക്കുന്നു. We have come to a wretched season. ബൈബിൾ പഠിക്കുമ്പോൾ ഇത് അന്ത്യകാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. In the biblical language, this is called the last age.
ജഡത്തിന്റെ പ്രവൃത്തികൾ അധികമധികമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. This is in which the works of the flesh multiply more and more. ഇതേ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ The same epistle, chapter 5, verses 19 to 22. ജഡത്തിന്റെ പ്രവൃത്തികളുടെ ഒരു നീണ്ട പട്ടിക പൗലോസ് അവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്. Saint Paul presents a detailed catalogue of the list of the flesh. 15 കൂട്ടം പാപങ്ങളെയാണ്, ജഡത്തിൽ വസിക്കുന്ന പാപങ്ങളെയാണ് പൗലോസ് ഇവിടെ വരച്ചു കാട്ടുന്നത്. Saint Paul presents before us the portrayal of 15 attributes of sin. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന എന്നിങ്ങനെ ആരംഭിക്കുകയാണ്. The list marks the beginning with adultery, fornication, uncleanness, lasciviousness. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് പൗലോസ് ഉപദേശിക്കുകയാണ്. Saint Paul exhorts, he that commits such a sins cannot inherit the kingdom of God. പ്രിയമുള്ളവരെ, സ്നേഹിതരെ, അങ്ങനെയാണെങ്കിൽ ഈ വക പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്നവർക്ക് ദൈവരാജ്യവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. Beloved people of God, dear friends, if that being so, the people who keep on performing these attributes can never have any contact with the kingdom of God. നല്ല മനോഹരമായ ബൈബിൾ പേരുകൾക്ക് ചിലപ്പോൾ ചിലർ ഉടമകളായിരിക്കും. Sometimes even with the proud authors of beautiful biblical names. പേരിന് ആരാധനാ സ്ഥലങ്ങളിൽ പോകുന്നുണ്ടായിരിക്കും. Just for name's sake, you may be paying visit to worshiping centers. എന്നാൽ ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി അവർ മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. However, they are moving forward in proportion with the leading of the lust of the flesh. ദുഷ്ടനായ പിശാച് അവരെ വഞ്ചിച്ച് ഇങ്ങനെയുള്ള ആകാത്ത വഴികളിലേക്ക് ഇന്ന് തിരിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നു. The wicked devil, the deceiver, attracting these people, cheating these people, redirecting unto the untoward ways. ഇവയ്ക്ക് കടിഞ്ഞാണിടുവാനോ നിയന്ത്രിപ്പാനോ ആരെയും കൊണ്ടും കഴിയാത്ത ഒരു നിലയിൽ എല്ലാവരും പകച്ചു നിൽക്കുന്നു. Everybody is in a panic-stricken state in which nobody is able to control it or put bridle under these acts. പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ തന്റെ 1-ാം ലേഖനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു. Saint Paul, while writing epistle to the church of Corinthians, in 1 Corinthians he writes, 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ chapter 6, verses 9 and 10. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. The unrighteous shall never inherit the kingdom of God. ഇവിടെ നാം 10 കൂട്ടം പാപങ്ങളെ കാണുന്നു. In this passage we come across 10 items of sins. ഇന്നത്തെ തലമുറ ഇവയ്ക്കൊക്കെയും അടിമകളായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. The present generation is getting addicted to all these malefactors. പ്രിയ ദൈവമക്കളെ, നാമും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പൗലോസ് അവിടെ 11-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. Beloved people of God, in verse 11, Saint Paul speaks about one thing important that we have to bear in mind. പൗലോസ് പറയുന്നു, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. Saint Paul says, in the time past, some of you were of the same category. എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങൾ കഴുകപ്പെട്ട് ശുദ്ധീകരണവും വീണ്ടെടുപ്പും പ്രാപിച്ചിരിക്കുന്നു. However, by the blood of Lord Jesus Christ and by the Spirit, you are sanctified. Now you have attained holiness. പ്രിയമുള്ളവരെ, നാം എത്ര ഭാഗ്യശാലികളാണ്. Beloved people of God, indeed, we are the so blessed generation. കർത്താവിന്റെ കൃപയും സമാധാനവും നമുക്ക് നൽകി, തന്റെ രക്ഷാകരമായ വചനം നമുക്ക് നൽകി നമ്മെ വീണ്ടെടുത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. God has given us His grace, His faith. He has given us His own mercy and brought us unto the salvation. ആകയാൽ ദൈവമക്കൾ ദൈവത്തിന് നന്ദിയും സ്തുതിയും അധികമധികമായി അർപ്പിക്കേണ്ടിയിരിക്കുന്നു. Therefore, people of God, on your part, more and more, you must be grateful unto the Lord and offer thanks to Him. ഈ വലിയ ഭാഗ്യം കർത്താവ് നമുക്ക് നൽകിയതിനാൽ നന്ദിയുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി അല്പനേരം സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ Mark's Gospel, chapter 7, verse 21 onwards. 23 വരെയുള്ള വാക്യങ്ങൾ 13 കൂട്ടം പാപങ്ങളെ കുറിച്ച് അപ്പോസ്തലൻ പറയുക. Up to verse 23, Saint Paul speaks about 13 items of sinful attributes. അത് മാത്രമല്ല, വിശുദ്ധ പൗലോസ് വീണ്ടും റോമർക്ക് ലേഖനം എഴുതുമ്പോൾ Moreover, Saint Paul, while writing epistle to the Romans, 1-ാം അധ്യായത്തിന്റെ 29 മുതൽ 32 വരെയുള്ള വചനങ്ങളിൽ chapter 1, verses 22 to 31, അവർ സകല അനീതിയും നിറഞ്ഞവർ എന്ന് ആരംഭിക്കുകയാണ്. he begins that filled with every unrighteousness. ഒന്ന് വായിക്കാമോ?
അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഇങ്ങനെ അനീതി നിറഞ്ഞവരെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. In this passage we come across the band of people filled with every iniquity. ഇവരിന്ന് ജഡത്തിൽ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. Today these people sow in the flesh. ആകയാൽ കഠിനമായ ന്യായവിധിയാകുന്ന കൊയ്ത്ത് അവർ അനുഭവിക്കേണ്ടി വരും. Therefore they have to suffer from the hardest measure of reaping. കഠിനമായൊരു ന്യായവിധി വരാൻ പോകുകയാണ്. A harsh judgment is at store. ദൈവത്തിന്റെ വചനം അത് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. In clear terms the word of God speaks about it. ന്യായവിധിയെ സംബന്ധിച്ച് പല കാര്യങ്ങൾ ദൈവവചനത്തിൽ തെളിവായി പറഞ്ഞിട്ടുണ്ട്. Touching the judgment of God, the Bible speaks about plenty of things. ന്യായവിധി എന്ന് പറയുമ്പോൾ അത് ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. Saint Paul says judgment has been ordained for man. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ Hebrews chapter 9 verse 27. ഇത് ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. God has appointed this to man. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. It is appointed to man once to die, then judgment. ഈ നിയമത്തിന് ഒരു കാലത്തും മാറ്റം വരികയില്ല. This law can never be overthrown. രണ്ടാമതായിട്ട് Secondly, റോമാലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ Romans chapter 2 verse number 5. ഇതൊരു നീതിയുള്ള ന്യായവിധിയായിരിക്കും. This is going to be the righteous judgment. എന്താണ് ഇത് നീതിയുള്ള വിധി എന്ന് പറയാൻ കാരണം? Why is it called it is a righteous judgment? നാം ഇവിടെ വായിക്കുമ്പോൾ In this passage we go through, ദൈവത്തിന് നീതിയുള്ള വിധിയെ വെളിപ്പെടുത്തുന്ന കോപ ദിവസം എന്നാണ് കാണുന്നത്. it's a day of the wrath of God in which the righteous judgment of God is going to be manifested. അങ്ങനെയാണെങ്കിൽ ദൈവം തന്നെ നീതിയെ വെളിപ്പെടുത്തുന്ന ഒരു കോപ ദിവസമായിട്ടായിരിക്കും. If that being so, the Lord is going to reveal his righteous judgment on the day of wrath. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെന്തക്കോസ് അനുഭവമുള്ള ഒരു വിശ്വാസി ഒരു പട്ടണത്തിലൂടെ സൈക്കിളിൽ യാത്ര ചെയ്തു പോവുകയാണ്. Some days ago, a person with the Pentecostal experience was cycling through a street. ഗുൽബർഗ് എന്ന് പറയുന്ന പട്ടണത്തിലൂടെയാണ് സൈക്കിൾ യാത്ര. He was riding the cycle through the city named Gulbarg. എന്നാൽ സൈക്കിളിൽ യാത്ര ചെയ്തു പോകേണ്ടത് ശരിയായ ദിശയിലല്ല, തെറ്റായ ദിശയിലൂടെയാണ് യാത്ര ചെയ്തു പോകുന്നത്. Instead of moving to the correct direction, he was deviating his way. ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ പോലീസിനാൽ താൻ പിടിക്കപ്പെട്ടു. As the journey progressed, he was caught by the police. പോലീസ് തന്നെ പിടികൂടി ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി. Police caught him and he was summoned before the judge. താൻ ജഡ്ജിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ജഡ്ജി ഒന്ന് നോക്കി, ആരാണ് ജഡ്ജി? When he approached the judge, he looked at who is the judge. ഇദ്ദേഹം കയറി ചെല്ലുന്ന കണ്ട് നോക്കുന്ന കണ്ട് ജഡ്ജി തലകുനിച്ചു, ഇദ്ദേഹവും തലകുനിച്ചു. On his arrival, the judge bowed down his head. This man also bowed down his head. കാരണം ഇദ്ദേഹത്തിന് വളരെ പരിചയമുള്ള ഒരു ജഡ്ജിയാണ്. Because the judge was highly familiar to him. ഇദ്ദേഹത്തിന്റെ സഭയിൽ ഒരുമിച്ച് ആരാധിക്കുന്ന വ്യക്തി. And he was a fellow worshipper in his own congregation. ചില സന്ദർഭങ്ങളിലൊക്കെ ജഡ്ജിയുടെ വീട്ടിൽ ഇദ്ദേഹം പോയിട്ടുമുണ്ട്. In certain contexts, he visited the house of the judge. ഇവർ ഒരുമിച്ച് നിന്ന് ഫോട്ടോയും എടുത്തിട്ടുണ്ട്. Together, they took photography too. എന്നാൽ ഇപ്പോഴോ ജഡ്ജി തന്റെ കസേരയിലിരിക്കുന്നു. Alas, now the judge is on his seat. ഈ വ്യക്തി ഒരു കുറ്റവാളിയായി ജഡ്ജിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. This person, like an accused, he is in the dome. ജഡ്ജി തല താഴ്ത്തിക്കൊണ്ട് ഇപ്രകാരം ചോദിച്ചു. With a bowing down his head, the judge asked, തെറ്റായ നിലയിൽ നിയമം ലംഘിച്ച് സൈക്കിളിൽ യാത്ര ചെയ്തോ? have you transgressed the law and moved the wrong direction? അതെ സാർ, യാത്ര ചെയ്തു. Yes, sir, I traveled through the wrong direction. ജഡ്ജി പിഴയിടുകയും ചെയ്തു. Judge penalized him. പ്രിയ ദൈവമക്കളെ, Beloved people of God, സ്നേഹിതരെ, dear friends, എന്താണ് ഞങ്ങൾ ഇത് പറഞ്ഞത്? why do I give reference to this one? നീതിമാനായ ജഡ്ജി, The righteous judge. ഈ സഹോദരൻ തന്റെ കൂട്ടുവിശ്വാസി എന്ന് പറയുന്നതിൽ തെറ്റില്ല.
Although this believer is a fellow believer, ചില സന്ദർഭങ്ങൾക്ക് വീട്ടിൽ പോയിട്ടുണ്ട്. in certain contexts he visited his house too. ഒരുമിച്ച് നിന്നുള്ള ഫോട്ടോയും കയ്യിലുണ്ട്. Interestingly, together they took the photograph. പക്ഷേ ജഡ്ജിക്ക് ഇപ്പോൾ ന്യായമായി വിധിച്ചേ മതിയാവൂ. However, the judge cannot but execute righteous ഈ judgment. വ്യക്തി ന്യായമായി ശിക്ഷ ഏറ്റെടുത്തേ മതിയാവൂ. This person has to take upon himself the righteous punishment. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നീതിയുള്ള ന്യായാധിപനായി വെളിപ്പെടും. Lord Jesus Christ is going to appear as a righteous judge. ആ വിധി ഒരു നീതിയുള്ള വിധിയായിരിക്കും. The judgment is going to be full of justice. അതുകൊണ്ടാണ് റോമാലേഖനം 2:5 വായിക്കുന്നത്, That's why ദൈവത്തിന് നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസം. That's why in Romans chapter 2 verse number 5 read it, the day of the wrath of God in which the righteous judgment of God is going to be pronounced. പ്രിയ സ്നേഹിതരെ, അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ നിങ്ങൾ വാഞ്ചിക്കുന്നുണ്ടോ? Beloved friends, are you willing to be liberated from the judgment of God? അപ്പോസ്തലപ്രവൃത്തി 17:31 വാക്യത്തിൽ വായിക്കുമ്പോൾ, Acts of Apostles chapter 17 verse 31, ഈ വിധി കർത്താവായ യേശു ക്രിസ്തു മൂലം പിതാവ് വിധിക്കുന്ന വിധിയായിരിക്കും. Heavenly Father is going to execute this judgment through Christ Jesus. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം കർത്താവായ യേശു ക്രിസ്തു മൂലം വിധിക്കുന്നത്? Why this is executed through Christ Jesus? ഇന്നേക്ക് 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതി രക്ഷയ്ക്ക് വേണ്ടി അവളെ സകല അനീതിയിലും വിടുവിപ്പാൻ ലോകത്തിലേക്ക് താണിറങ്ങി വന്നത് യേശു കർത്താവ് മാത്രം. It is only Lord Jesus Christ 2000 years ago came down this earth. He not liberate man from the clutches of sin and to save him. ഇവിടെ ഇരിക്കുന്ന നമുക്കും എനിക്കും കേൾവിക്കാർക്കും വേണ്ടി കാൽവറി കുരിശിൽ പരമയാഗമായി തീർന്നു. For all the members of the congregation, for the listeners, I the speaker, Lord Jesus Christ had become a perfect sacrifice on the cross of Calvary. 3.5 വർഷക്കാലം താൻ പരസ്യമായി ഈ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, ന്യായവിധിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാനുള്ള ഉപദേശം ലോകത്തോട് അറിയിച്ചു. A span of 3.5 years, he went on doing his open ministry. He spoke about the measures to be liberated from this eternal judgments and punishment. ആകയാൽ ഈ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവാം ദൈവം ന്യായം വിധിക്കുന്ന നാളായിരിക്കും അത്. Therefore, it's going to be the day on which Heavenly Father is going to execute judgment through Christ Jesus. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചു എന്നാണ് കാണുന്നത്. In John's Gospel we understand the Heavenly Father is not directly executing judgment. On the other hand, every execution is committed unto the Son. മാത്രമല്ല ഈ ന്യായവിധിയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ വീണ്ടും തെളിവായി പല കാര്യങ്ങൾ കാണാം. Moreover, once again when we analyze this judgment, the Bible speaks about plenty of other factors too. സഭാപ്രസംഗി 12:14 നമ്മൾ വായിക്കുമ്പോൾ, Ecclesiastes chapter 12 verse number 14. ആ ന്യായവിധിയിൽ മനുഷ്യന്റെ സകല പ്രവൃത്തികളും അവിടെ കൊണ്ടുവരും. In the judgment all works of man shall be brought before him. എന്ന് പറഞ്ഞാൽ നല്ലതും തീയതും പരസ്യവും രഹസ്യമായ സകല പ്രവൃത്തികളും വെളിപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. Which means in overt and covert nature, good and evil, everything shall be manifested, showcased then. ഒരു മനുഷ്യനും ഒന്നും മറച്ചു വയ്ക്കുവാൻ കഴിയാത്ത വിധിയായിരിക്കും. It shall be judgment before which nobody can hide anything before him. ഇന്ന് അനേകർ മറച്ചു വച്ചിരിക്കുന്നവരൊക്കെ വെളിപ്പെടുന്ന ഒരു ദിനമായിരിക്കുമെന്ന്. Today many people have hidden. That day is going to be one which is going to be divulged. അത് മാത്രമല്ല, വിശുദ്ധ മത്തായി 12:36 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. In Matthew's Gospel chapter 12 verse number 36 also it is mentioned. മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. For every word, even little word man articulates, on the day of judgment he has to give account. ആയതുകൊണ്ട് സ്നേഹിതരെ, ദൈവമക്കളെ, നാം വാക്കുകളിൽ എത്ര ശ്രദ്ധാലുക്കളായിരിക്കണം. Therefore, beloved people of God, dear children of God, how we should be agile in our articulations. മാത്രമല്ല, നമ്മൾ കേട്ടിട്ടുള്ള വചനവും ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വചനവും വച്ച് നമ്മെ ന്യായം വിധിക്കുന്ന ദിനമായിരിക്കും. Moreover, it's going to be the day on which, based on the words preached unto us and the word which is preached today, he is going to execute judgment. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12:48 വാക്യം വായിക്കുമ്പോൾ, John's Gospel chapter 12 verse 48.
ദൈവവചനം വെച്ചായിരിക്കും ന്യായവിധി നടത്തുന്നത്. Based on the word of God, the execution is going to take place. ഒന്ന് വായിച്ചാട്ട് 12:48 വാക്യം. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവരെ വിധിക്കും. He is going to execute judgment on the people who reject the word of God instead of receiving the same. ഇന്ന് ഇങ്ങനെയുള്ള ദൈവത്തിന്റെ വചനം കേൾക്കുവാനുള്ള അവസരങ്ങൾ എത്രയോ പേർ പാഴാക്കി കളയുന്നു. Today many people are squandering the blessed opportunities to listen to the word of God. അത് കേട്ടാലും കേൾക്കാത്തവളെ പോലെ നടന്നു നീങ്ങുകയാണ്. Even after hearing the word of God, some people are sleep over, wing at the same. ഇന്ന് രാത്രി ഞങ്ങൾ ഓർപ്പിക്കുകയാണ്, ഈ വചനം വെച്ച് വചനാനുസരണം ജീവിക്കാത്തവരെ ന്യായം വിധിക്കുന്ന ഒരു ദിനമുണ്ട്. Tonight let us remind you, there's a day of judgment. The Lord is going to execute judgment based on the word. ദൈവമക്കളും വളരെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. People of God, ye must be highly frightened at the same. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ Matthew's Gospel chapter 5 verse 22. കോപിക്കുന്ന ഒരു വിശ്വാസിയും ഇതിന് വിധേയനാകും. Any believer who gets angry is subject to the same. സഹോദരനോട് കോപിക്കുന്നതിനെല്ലാം ന്യായവിധിയിൽ ഉൾപ്പെടുമെന്ന് വചനം പറയുന്നു. The word of God says, who gets angry at the brother shall be subject to this execution. ആകയാൽ ഈ വചനം പറയുന്ന ഞാനും കേൾവിക്കാരായ ദൈവമക്കളുമേ നാം ഭയപ്പെടേണ്ട ഒരു കാലമാണ്. Therefore the word of God gives us the premonition. I, the speaker, beloved listeners, we must be frightened at the word of God. അതിഭയങ്കരമായൊരു ന്യായവിധി വരാൻ പോകുന്നു. A great judgment is at the threshold. അത് മാത്രവുമല്ല, In furtherance, വിശുദ്ധ യാക്കോബ് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, James chapter 3, the first verse, ഉപദേഷ്ടാക്കന്മാർക്കും കഠിനമായ വിധി ഉണ്ടാകാം. even for the teachers, hard punishment shall be meted out. അധികം ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. It is mentioned, severe punishment shall be meted out. ആരെയും വിട്ടുകളഞ്ഞിട്ടില്ല. Nobody is exempted from this one. അങ്ങനെയാണെങ്കിൽ ഈ വിധി ഒരു മഹാവിധിയായിരിക്കും. That being so, this is going to be a furious judgment. ആ വിധിയുടെ പേരാണ് ദൈവത്തിന്റെ കോപ ദിവസം. That judgment is called the day of the wrath of God. വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോയാൽ ആ വിധിയിൽ പുസ്തകങ്ങൾ തുറന്നെന്നാണ് വായിക്കുന്നത്. When you focus attention onto the pages of the book of Revelation, in the judgment books are open. ദൈവത്തിന്റെ സന്നിധിയിൽ പല ബുക്കുകൾ അഥവാ പുസ്തകങ്ങൾ വച്ചിരിക്കുകയാണ്. In the presence of God, different books are kept. നമുക്കറിയാം, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കുമ്പോൾ അവന്റെ അല്ലെങ്കിൽ അവളുടെ പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതുന്നു. We know that when a person is saved, when he confesses, forsakes his sins, his or her name is written in the book of God. അവൻ അല്ലെങ്കിൽ അവൾ ദൈവവചനം അനുസരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ അവരുടെ പേര് ആലേഖനം ചെയ്യപ്പെടുന്നു. When that person takes water baptism and receives the Holy Spirit of God, the name is written in the book of the Lamb of God. ഇത് മാത്രമല്ല, ഓർമ്മയുടെ പുസ്തകം എന്നൊരു പുസ്തകവും നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. Moreover, in the Bible, we come across a reference to another book, the book of remembrance. ഇതെല്ലാം ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ്. All these are the books kept in the presence of God. ഇതിൽ ആലേഖനം ചെയ്യാനോ മായ്ച്ചു കളയാനോ എനിക്ക് അവകാശമില്ല. I do not have anything to add on or delete from this book. മറ്റൊരാൾക്കും അധികാരം കൊടുത്തിട്ടില്ല. Nobody has been given any kind of authority for the same. സർവശക്തനായ ദൈവം തന്നെയാണ് എഴുതുന്നത്. It's Almighty God himself writes here. ആയതുകൊണ്ടാണ് ഒരിക്കൽ മോശ ഇപ്രകാരം പറഞ്ഞു, That's why in the context Moses said, എന്റെ പേര് പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ. blot out my name from that book. മോശ എത്ര ശ്രേഷ്ഠനായ പ്രവാചകനായിരുന്നു. Moses was really a great prophet. ദൈവം മോശയെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, ഭൂതലത്തിൽ ഉള്ള സകല മനുഷ്യരിലും അതിസൗമ്യനാണ് എന്റെ മോശ. About this Moses, the heavenly God himself testified, he is the most patient of all human beings under the sun. ഈ മോശയ്ക്ക് അറിയാമായിരുന്നു ദൈവമാണ് എഴുതുന്നത്, മായ്ക്കുമെങ്കിൽ ദൈവമാണ് മായ്ക്കുന്നത്. Moses knew if God, what is written by God is to be blotted out, only God could. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിലുണ്ടോ? Beloved friends, you and I, whether it is written in heaven in the book of life. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും കഠിനമായ വിധിക്ക് ശേഷം തീപ്പൊയ്യയിൽ തള്ളിക്കളയും. After the harsh judgment,
whomsoever is not found written in the book of life shall be cast into the lake of fire. ആ തീപ്പൊയ്യിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നീ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ ഏറ്റെടുക്കണം. To be rescued from the lake of fire, beforehand you have to accept Lord Jesus Christ as a savior in your heart. ഇന്ന് രാത്രിയും സ്നേഹവാനായ കർത്താവ് നമ്മുടെ മധ്യേ സ്നേഹത്തോടെ നടകൊള്ളുകയാണ്. Tonight, God who is an embodiment of love, moving in our midst with love. ഒരുപക്ഷേ നീ പന്തൽ കീഴിൽ വരാതെ പുറത്തുനിന്ന് രഹസ്യമായി ഈ വചനം കേൾക്കേണ്ട വ്യക്തിയായിരിക്കാം. Sometimes refraining from attending this pandal, keeping off, you may be listening to the word of God in secrecy. പ്രിയ സ്നേഹിത, കർത്താവായ യേശു നിന്നെ സ്നേഹിക്കുന്നു. Beloved friends, Lord Jesus Christ does love you. നീ അവന്റെ അടുക്കലേക്ക് ചെന്ന് യേശു കർത്താവേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞാൽ സൗജന്യമായി അവൻ വിശുദ്ധീകരിക്കും, നീതീകരിക്കും. If you move closer to him and make a plea unto him, Lord Jesus Christ, forgive my sins, cleanse my sins with the blood, in free courtesy, he is able to sanctify you. നിന്റെ പേര് ഇന്ന് തന്നെ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ ദൈവം എഴുതും. Today itself freely, your name shall be written in heaven in the book of life. എത്ര പേർ ഇത് ആഗ്രഹിക്കുന്നു? How many hunger after the same? പക്ഷേ നീ ഒന്ന് ചെയ്താൽ മതി. Only part, simply do one thing. യേശു കർത്താവേ, ഞാനൊരു പാപിയാണ്. Oh Lord Jesus Christ, really I am a sinner. എന്റെ പാപത്തിൽ എനിക്ക് മോചനം തരണമേ എന്ന് പറയണം. Give me remission from my sins. ഞാൻ ഇനിമേൽ പാപമില്ലാതെ ജീവിക്കും. Henceforth, I will lead a life devoid of sin. ഞാനൊരു ദൈവപൈതലായി മുൻപോട്ട് പോകും. I'll move forward, being a child of God. എന്റെ ജീവിതം നിനക്കായി സമർപ്പിക്കും. Behold, I surrender my life unto you. എത്രയെത്ര വ്യക്തികൾ, കുടുംബങ്ങൾ സമാധാനമില്ലാതെ കഴിയുന്നത് നമുക്ക് കേൾക്കാനും കാണാനും കഴിയുന്നുണ്ട്. We are able to hear and witness many individuals, many families, societies lead life devoid of real peace. അവരുടെ സമാധാനം നഷ്ടപ്പെടുന്നത് പാപമാണ്. It is a sin that is eating away their peace. ജഡത്തിന്റെ പ്രവൃത്തികളാണ് അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. It is the works of the flesh which are destroyed their rest. ഈ അവസ്ഥയിൽ നിന്നെ വിടുവിപ്പാൻ കർത്താവായ യേശു ഈ കോട്ടയം പട്ടണത്തിൽ കടന്നു വന്നിട്ടുണ്ട്. He not liberate you from the wretched scenario. Lord Jesus Christ has come to this city of Kottayam. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. This is the day of salvation. This is the acceptable time. നീ ഇത് ഏറ്റെടുക്കുന്നെങ്കിൽ നിനക്ക് രക്ഷയാണ്, അല്ലെങ്കിൽ ശിക്ഷയാണ്. If you take upon himself, there is salvation for you, otherwise retribution. മലാഖി പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ Malachi chapter 4, the first verse. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. Behold, the day comes, there's going to burn like an oven. അഹങ്കാരികളൊക്കെയും സകല ദുഷ്ടന്മാരും താളടിയാകും. All the wicked haughty shall be going to be burnt like a stubble. വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ചു കളയോ. It shall not leave any root or branch, it shall consume everything. ജഡത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യാൻ പോകുന്ന നിത്യമായ നാശത്തെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. In this passage we read about the eternal catastrophe that the man who is sowing in lust is going to reap. ഇന്ന് മാതാപിതാക്കൾ പറഞ്ഞാലും സഭാ നേതൃത്വം പറഞ്ഞാലും സ്നേഹിതർ പറഞ്ഞാലും അനുസരിക്കാതെ മുൻപോട്ട് പോകുന്ന പ്രിയ മിത്രമേ, Well, friend who is moving forward, ignoring the counsel given by the parents, by the leaders of the church and the friends. ഇതാ നിനക്ക് വേണ്ടി ഒരു വഴി, ഒരു വാതിൽ യേശു കർത്താവ് തുറക്കുകയാണ്. Behold, Lord Jesus Christ is opening a passage, a door for you. നിത്യനാശമാകുന്ന ശിക്ഷാവിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഇതാ ഒരു പുതിയ വാതിൽ തുറക്കപ്പെടുന്നു. Behold, a new way is open for you. You not to be liberated from the way and everlasting punishment. മലാഖി പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. Book of Malachi chapter 4, read the first verse. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു വൃക്ഷത്തിന്റെ കൊമ്പുകൾ മാത്രമല്ല, തായ്തടി മാത്രമല്ല, വേരും ദഹിപ്പിച്ചു കളയുമെന്നാണ്. The word of God says, not only the branches, not only the main trunk, even the roots shall be consumed. ഇതൊരു ഭയാനകമായ വിധിയായിരിക്കും. This is going to be a furious judgment. അവിടെ വിധിക്കപ്പെട്ടാൽ പിന്നെ ഒരപ്പീലുമില്ല. Once it is judged, then
there is no more appeal, പിന്നീട് രക്ഷയ്ക്ക് യാതൊരു വഴിയുമില്ല. no other measure for salvation thereafter. ആകയാൽ സ്നേഹിതരെ, ഈ നല്ല സമയം പ്രയോജനപ്പെടുത്തിക്കൊള്ളുവീൻ. Therefore, beloved friends, make use of this opportunity. എന്നാൽ ഈ വിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ ഒരു വഴിയുണ്ട്. There is a way to be liberated from this condemnation. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. In John's Gospel chapter 3, 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ verses 16 to 18. പിതാവാം ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. God so loved the world that he gave his only begotten Son, that whomsoever believeth in him should not perish, but to have life everlasting. ആ ഏകജാതനായ പുത്രനിൽ ഒരുവൻ വിശ്വസിക്കുന്നുവെങ്കിൽ, If a person believes in that only begotten Son, 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ in verses 17 and 18, പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ന്യായവിധിയുമില്ല. he that believes in the Son, there is no condemnation. ന്യായവിധിയെല്ലാം മാറ്റിയിരിക്കുകയാണ്. Every condemnation is removed off. നിന്റെ പാപം എത്ര വലിയതായാലോ, Even though your sin is so hard, അതെല്ലാം നീക്കി ഹിമം പോലെ പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ ശക്തനായ യേശു കർത്താവ് ഇന്നും നിനക്കായി വന്നിട്ടുണ്ട്. it is going to be blotted out in order to make it as white as snow and wool. For the same purpose, Lord Jesus Christ has come here. പ്രിയ സ്നേഹിതരെ, ഇന്ന് രാത്രി അവങ്കലേക്ക് നമുക്കൊന്ന് നോക്കാം. Beloved friends, tonight, let us lift our eyes unto the Lord. അനുതാപഹൃദയത്തോടെ കണ്ണുനീരോടെ അവന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്ന ഒരൊറ്റ വ്യക്തിയെയും അവൻ തള്ളിക്കളകയില്ല. With the heart of remorse, with the tears, whomsoever comes unto him, he will never disown him. സാക്ഷിയിൽ കേട്ടതുപോലെ ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്ന ആ വ്യക്തിയെ രക്ഷിച്ച കർത്താവ്, As we heard in the testimony of the sinners, he was the chiefest. God saved that cheapest person. കൊല്ലം പട്ടണത്തിൽ നിന്ന് കോട്ടയത്ത് കൊണ്ടുവന്ന് സാക്ഷി കേൾപ്പിച്ചല്ലോ. From the city of Kollam, he was brought to Kottayam, and why back he testified here. ആകയാൽ സ്നേഹിതരെ, ഈ കർത്താവായ യേശുവിന്റെ മുഖത്തേക്ക് നീ ഒന്ന് നോക്കുക. Therefore, beloved friends, simply behold the face of Lord Jesus Christ. അവൻ ക്രൂശിക്കപ്പെട്ടതും കഷ്ടം സഹിച്ചതും യാഗമാക്കപ്പെട്ടതും എല്ലാം നിനക്ക് വേണ്ടിയാണ്. He was crucified, he suffered, he became a sacrifice. Everything is only for you. നിന്നെ ജഡത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയായിരുന്നു അവൻ പരമയാഗമായി തീർന്നത്. He not to deliver you from the works of the flesh only. Lord Jesus Christ became a perfect sacrifice. എലോഹി എലോഹി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ പിതാവിന്റെ പക്കൽ ഏൽപ്പിച്ച് ആ ഏകജാതനായ പുത്രൻ യാഗമായത് മകനെ സഹോദര നിനക്ക് വേണ്ടിയായിരുന്നു. Crying out, Elohi, Elohi, lama sabachthani. The only Son gave up his ghost into the hand of the Father, became a sacrifice on the cross of Calvary. Beloved friend, it is only for you. ആകയാൽ ഇന്ന് രാത്രി നിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ വിട്ടുകളയുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? Therefore tonight, are you willing to make up your mind in order to shun away the works of the flesh? ഇല്ല എങ്കിൽ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. If not, he that sows in the flesh shall reap destruction from the flesh. വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. None shall be there in order to deliver you. എന്നാൽ ഇന്ന് രാത്രി യേശു കർത്താവിനെ നീ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നുവെങ്കിൽ, However tonight, if we consider Lord Jesus Christ in your heart, ഇത് നിന്റെ രക്ഷയുടെ ദിനമായിരിക്കും. tonight is going to be the day of salvation for you. നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബാംഗങ്ങൾക്കും സ്വസ്ഥതയും ആശ്വാസവും ലഭിക്കും. Not only for you, even the members of the family, there is going to be rest and peace. ആകയാൽ ആ യേശു കർത്താവിലേക്കൊന്ന് നോക്കാം. Therefore, look on to that Jesus Christ. ഞങ്ങൾ പഴയ ഒരു പാട്ടിന്റെ ചില വരികൾ പാടട്ടെ. Let us sing a few lines of one of the oldest songs. കാൽവരിയിൽ കേൾക്കുന്നൊരു ഇമ്പസ്വാഗതം, ഇമ്പസ്വാഗതം. കാൽവരിയിൽ കേൾക്കുന്നൊരു ഇമ്പസ്വാഗതം, ഇമ്പസ്വാഗതം. കിട്ടുകില്ല രക്ഷയ്ക്കുള്ള നൽസമയങ്ങൾ ഈ സമയം പോൽ. കിട്ടുകില്ല രക്ഷയ്ക്കുള്ള നൽസമയങ്ങൾ ഈ സമയം പോൽ. ഈ വലിയ രക്ഷയെ നീ വിട്ടുപോകുകയോ നഷ്ടമാക്കുകയോ, ഈ വലിയ രക്ഷയെ നീ വിട്ടുപോകുകയോ
നഷ്ടമാകയോ. ഹല്ലേലൂയ. ഈ നല്ല തരുണത്തിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ സൗജന്യമായി രക്ഷയും നീതീകരണവും വീണ്ടെടുപ്പും നിങ്ങൾക്ക് പ്രാപിക്കാം. In this prodigious season, if you come unto the Lord, you can find freely salvation and redemption. മാത്രമല്ല, Moreover, 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 31 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1 Corinthians chapter 11 verse 31. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒരുവൻ തന്നെത്താൻ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. Here we read, if a person judges himself, he shall not be judged. ഏകജാതനായ പുത്രനിൽ കൂടെ നമുക്ക് ഈ അനുഭവം പ്രാപിക്കാം. Through the only begotten Son, we can imbibe this experience. രണ്ടാമതായിട്ട്, ഒരുവൻ തന്റെ തെറ്റുകളെ തന്നെത്താൻ കണ്ട് ഉണരുന്നെങ്കിൽ അവന് വിടുതൽ പ്രാപിക്കാം. Secondly, if a person identifies his own shortcomings and approves to the same, he can find liberation. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. It all glory to the name of God. മൂന്നാമതായി, ലൂക്കോസിന്റെ സുവിശേഷം 6 അധ്യായത്തിലേക്ക് നാം പോയാൽ Thirdly, when we turn to Luke's Gospel chapter 6, അതിന്റെ 36, 37 വാക്യങ്ങൾ വായിക്കുമ്പോൾ verses 36 and 37, ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. we come across the responsibility that we must accomplish to find liberation. നാം മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക. We must not judge others. ഇന്ന് അനേകർ മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Today, many people dare to judge others. സ്വന്തം തെറ്റുകളെയും കുറ്റങ്ങളെയും കണ്ടുപിടിപ്പാൻ കഴിയാതെ മറ്റുള്ളവരെ വിധിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. They are not able to detect their own shortcomings and problems. Rather, they dare to judge others. നാം പറയാറുണ്ടല്ലോ, പറന്നു പോകുന്ന കാക്കയുടെ കുറ്റം പോലും കണ്ടുപിടിക്കുന്നവനെന്ന്. Normally, we would say that this person finds fault with the crow that flies through. എന്നാൽ നാം അങ്ങനെയല്ല. നാം നമ്മുടെ കുറ്റങ്ങളെ കണ്ടുപിടിച്ചുണരുക, അതാണ് നമുക്ക് ആവശ്യം. It must not be so. On the contrary, we have to identify our own shortcomings, which is a needed hour. ഇവിടെ നാം വായിക്കുന്നു, നിങ്ങളുടെ പിതാവ് മനസ്സലിയുള്ളവനായിരിക്കുന്നത് പോലെ. In this passage, we read that our heavenly Father is merciful. ആ മനസ്സലിയുള്ള പിതാവിന്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതം. Therefore, we are living before that God who is merciful. ആകയാൽ നാം മറ്റുള്ളവരെ വിധിക്കരുത്. Therefore, we must not judge others. നാലാമതായിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, Fourthly, Apostle James says, 2:13 വാക്യത്തിൽ, chapter 2, verse 13, നാം മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നവരായിരിക്കണം. we must show mercy upon others. കരുണ കാണിക്കുന്നില്ലെങ്കിലോ, Unless we exercise mercy, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. for the merciless judgments will be meted out. ആകയാൽ പ്രിയ ദൈവജനമേ, സ്നേഹിതരെ, Therefore, beloved people of God, dear friends, ഈ കാരുണ്യവാനായ കർത്താവിന്റെ അടുക്കലേക്ക് നാം ചെന്നാൽ if we pay visit to this God who is an embodiment of compassion, നമുക്ക് എന്താണ് ലഭിക്കുന്നത്? what is it that is we are going to be given? അവിടെ എന്താ നാം വായിക്കുന്നത്? What do we go through? ഒടുവിൽ ഇങ്ങനെ കാണുന്നുണ്ട്, Finally, this is understood. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. Mercy overcomes judgment and has the praise. നമുക്ക് ന്യായവിധിയെ ജയിപ്പാൻ കഴിയും. We can prevail upon judgment. നാം പ്രശംസിക്കപ്പെടുകയും ചെയ്യും. We shall be praised too. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് നമ്മോട് അരുളി ചെയ്യുന്നത്. This is what the word of God is instructing us. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. Glory be to the name of God. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ന്യായവിധിയിൽ നിന്ന് രക്ഷ നേടാം. If that being so, we can find deliverance from judgment. വിത കൊയ്ത്ത് എന്ന് പറയുമ്പോൾ Sowing and reaping. ഗലാത്യ ലേഖനം 6:8 നമ്മൾ വായിച്ചത്, Galatians chapter 6 verse 8. രണ്ട് വിധമായ വിതയും രണ്ട് വിധമായ കൊയ്ത്തുമുണ്ട്. 2 kinds of sowing, 2 kinds of harvesting. ഈ വിതയും കൊയ്ത്തും എന്ന് പറയുമ്പോൾ This sowing and reaping mean, മറ്റൊരു നിലയിൽ പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒരു സത്യം കൂടെയാണ്. in another aspect, that speaks about the truth of resurrection. പുനരുത്ഥാനം എന്ന് പറയുന്നത് സഭയ്ക്ക് പരിചയമുള്ള രണ്ട് പദങ്ങളാണ്. Resurrection is a term that the church is highly familiarized with. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നെന്നാണ്. The hour is coming in which those who do good shall come up for life, those who do evil for under condemnation. അതിൽ നിന്ന് രണ്ട് പുനരുത്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. From this it's obvious 2 measures of resurrection. നന്മ ചെയ്തവർക്ക് ലഭിക്കുന്ന പുനരുത്ഥാനവും Resurrection
for those who do good. തിന്മ ചെയ്യുന്ന മനുഷ്യർക്കുള്ള പുനരുത്ഥാനം. Again, resurrection for the people who commit evil. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. John's Gospel chapter 12, 24-ാമത്തെ വാക്യത്തിൽ verse 24. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുന്നു. Except a corn of wheat fall into the ground and die, it abideth alone. If it dies, it brings forth പുനരുത്ഥാനത്തെ much fruit. സൂചിപ്പിക്കുന്ന ഒരു വചനമാണിത്. This is the word of God that speaks about resurrection. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കൂ, Unless a corn wheat falls on the ground, dies, it shall remain alone. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. If it dies, it yields forth much fruit. സാക്ഷി പറഞ്ഞ പ്രിയ ബ്രദർ പുതിയ ശുശ്രൂഷയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞല്ലോ. At the time of testimony, the brother referred to the New Testament ministry too. പുതിയ നിയമ ശുശ്രൂഷ അതിശ്രേഷ്ഠമേറിയ ശുശ്രൂഷയാണ്. New Testament ministry is the most excellent one. സർവസംഘ പരിത്യാഗികളായി ജീവിക്കുന്നവർക്ക് നിത്യതയിൽ മനോഹരമായ ഒരു പാർപ്പിടം തന്നെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. In eternity, the Lord is preparing a spectacular mansion for the people who sacrifice their own and leading a consecrated life. അവരുടെ ജീവിതവും അവരുടെ ശുശ്രൂഷയും എങ്ങനെയായിരിക്കണം? What should be their style of life and the ministry? അതോടെ ചേർത്താണ് വിശുദ്ധ യോഹന്നാൻ ഈ യോഹന്നാൻ 12:24 എഴുതിയത്. Together with the same point, Saint John speaks about this in verse number 24. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും, Except a corn of wheat falls and dies, it shall remain alone. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. If it dies, it yields forth much fruit. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the name of God. പുതിയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ജനത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി, ദേശത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി ജീവനെ ഒഴിഞ്ഞു വയ്ക്കുകയാണ്. New Testament says something. The life is poured out for the people, for the church, for the land and for the community. കർത്താവിനെ സേവിച്ച് സ്നേഹിച്ച് പിൻപറ്റി കർത്താവിന് വേണ്ടി പിടഞ്ഞു മരിക്കുക. Keeping on loving the Lord, following the Lord, rendering service unto the Lord and sacrifice the life unto the Lord. അങ്ങനെ മരണപ്പെടുന്നുവെങ്കിൽ അതിനാൽ ധാരാളം വിളവ് കിട്ടുമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. Apostle John writes here, if a person dies so, it is going to be yielding much fruit. അങ്ങനെയാണെങ്കിൽ അതിശ്രേഷ്ഠമേറിയ ശുശ്രൂഷയെ എത്ര പേർ താല്പര്യപ്പെടുന്നുണ്ട്? If that being so, how many are desirous of this excellent ministry? ഇന്ന് രാത്രികാലം യൗവനക്കാരോട് ഞങ്ങൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ശുശ്രൂഷയെ പ്രിയപ്പെടുന്നവർ എത്ര പേരുണ്ട്? Tonight let me ask the youngsters, if that is so, how many are interested to do this ministry? യൗവനപ്രായത്തിൽ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ ഈ നല്ല യേശുവിന്റെ ശിഷ്യരായി തീരുവാൻ, ഈ അപ്പോസ്തല ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ എത്ര പേർ തീരുമാനമെടുക്കും? During the glorious prime days of the life, Lord Jesus Christ sacrificed his life for us. If so, how many are willing to serve unto him and to service unto him? അങ്ങനെയുള്ള ഒരുവന്റെ ശുശ്രൂഷയാൽ ജീവിതത്താൽ അനേകർ ഈ ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായി തീരും. By the service and minister such a person, many shall be attracted to this fellowship and truth. അതുകൊണ്ടാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്താൽ വളരെ വിളവുണ്ടാകുന്ന അപ്പോസ്തലൻ പറഞ്ഞത്. That's why the apostle says, if the corn falls and dies, it is going to yield much fruit. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യത്തിൽ താൻ പറയുന്നു, John's Gospel chapter 5 verse 29, he adds, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. hour is coming in which those who do good shall come unto life, those who do evil shall come unto life eternal destruction. അവിടെ നന്മ ചെയ്തവർ ജീവനെന്നും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം പ്രാപിക്കുമെന്നാണ്. Those who do good unto life, those who do evil unto destruction are going to resurrect. ഈ അനുഭവം പ്രാപിക്കണമെങ്കിൽ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വിശുദ്ധരും വിശ്വസ്തരുമായി ജീവിക്കേണ്ടതുണ്ട്. Will not possess this experience while in this life, we must be holy and faithful. നന്മ ചെയ്തവർ ജീവൻ പ്രാപിക്കുമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. Those who do good shall find eternal life. നാം പ്രാപിപ്പാൻ പോകുന്ന, നാം പ്രതീക്ഷിക്കുന്ന നിത്യത മാംസരക്തങ്ങൾക്ക് അവകാശമാക്കാൻ കഴിയില്ല. The eternity we are going to have, desirous of having, flesh and blood cannot inherit. 1 Corinthians 15-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, In 1 Corinthians chapter 15, Saint Paul says, 50 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ from verse 50 onwards, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. flesh and blood cannot inherit the kingdom of God. പിന്നെ എങ്ങനെ നമുക്കിത് പ്രാപിപ്പാൻ കഴിയും? If so, how can we possess the same?
ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നീ ഒരു ദൈവ പൈതലായി ഒരു വിശുദ്ധനായി തീരേണ്ടത് ആവശ്യം. While it's on this earth, he must be a holy and a serving child of God. പാപികളായ നമ്മെ ദൈവത്തിന്റെ വചനത്താൽ വെടിപ്പാക്കുന്നു. We the sinners are sanctified by the word of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ വിശുദ്ധീകരിക്കുന്നു. We are sanctified by the Holy Spirit of God. തന്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നു. His word is quickening us. അതിശയകരമായൊരു യാത്രയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്നു. It is preparing us for a marvelous journey. പൗലോസിന്റെ ഭാഷയിൽ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ സ്വർഗ്ഗത്തിലിരുത്തുന്നു. In the language of Saint Paul, we are raised with him and set in the heavenly places with the Son. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഒരു പരിശുദ്ധമായ ജീവൻ നാം നയിക്കണം. If that being so, we have to exemplify a holy life in this world. അതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. With the ordinary mortal being, it is impragmatic. അതിനായി നാം ദൈവത്തിന്റെ മനുഷ്യനായി തീരണം. For the same purpose, we need to be the child of God. റോമാലേഖനം 15-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ Romans chapter 15, verse number 15. അതിനുവേണ്ടിയാണ് അപ്രാപ്തരും അയോഗ്യരുമായ നമ്മെ തന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു. For the same purpose, we are unmerited and worthy by the Holy Spirit of God. The Lord is anointing. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഒരുവന്റെ ദേഹം, ദേഹി, ആത്മാവ് സമ്പൂർണ്ണ വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരുന്നു. By the anointing the Holy Spirit of God, the body, the soul and the spirit of a man is brought to total sanctification. സമ്പൂർണ്ണ വിശുദ്ധീകരണം കൂടാതെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല. Without the holistic sanctification, none can find access to the kingdom of God. സ്വർഗ്ഗരാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 3 അവസ്ഥകളുണ്ടെന്നാണ് വിശുദ്ധന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. When we learn about the history of the kingdom of God, saints taught us there are 3 stages. ഒന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. This is the kingdom of the beloved Son. കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ In Colossians chapter 1, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഇന്ന് ആക്കി വച്ചിരിക്കുന്നു. we are delivered from the power of darkness and translated us into the kingdom of His dear Son. ഇത് ദൈവരാജ്യത്തിന്റെ ഒന്നാമത്തെ അനുഭവമാണ്. This is the first experience of the kingdom of God. അതുകൊണ്ടാണ് ഈ ആരാധനയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയുവാനായി നമ്മുടെ നടത്തിപ്പുകാർ നമ്മെ ഉത്സാഹിപ്പിച്ചത്. That's why at the beginning of this service, our leaders inspired us in order to get filled by the Spirit of God. ഞങ്ങളിങ്ങനെ ശബ്ദമുണ്ടാക്കുകയും കൈയടിക്കുകയും അന്യഭാഷ പറയുകയും ചെയ്യുമ്പോൾ പുറത്തുള്ളവർക്ക് ഇതേതോ വിപ്രതിയാണെന്ന് തോന്നിപ്പോയേക്കാം. One may clap our hands, sing songs, fill up with the Spirit. Others might seem to be a mere excitement. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ സുബോധം നഷ്ടപ്പെട്ടത് കൊണ്ടല്ല, സുബോധം വന്നതുകൊണ്ടാണ്. We have lost our senses. We came back to the senses. അപ്പന്റെ ഇളയ മോന് സുബോധം വന്നപ്പോഴാണ് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി ചെന്നത്. The prodigal son of the father came back to the senses. He returned to the father's house. അതുവരെയും അവൻ ദുർമാർഗിയായി അവൻ ഏറ്റ കൂട്ടുകാരുടെ കൂടെയുള്ള ജീവിതമായിരുന്നു. This one, he was accomplished a wicked life. He had company with wrong evil doers. സുബോധം വന്നപ്പോൾ പിതാവിനെ കുറിച്ചും അവന്റെ ഭവനത്തെ കുറിച്ചുമുള്ള ഓർമ്മ അവന് വന്നു. As he came back to the senses, he remembered of his father and the things of the household. പ്രിയ സ്നേഹിതരെ, ആ പിതാവിന്റെ ഭവനത്തിൽ പോകണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. Beloved people of God, an ordinary individual with his effort cannot reach the kingdom of that father. അതിന് പരിശുദ്ധാത്മാവിനാലുള്ള വിശുദ്ധീകരണം ആവശ്യം. For the same purpose, sanctification by the Holy Spirit is a prerequisite. ദൈവരാജ്യത്തിന് രണ്ടാമതൊരു അനുഭവമുണ്ട്. There is the second experience of the kingdom of God. അത് സഹസ്രാബ്ദ രാജ്യത്തിന്റെ അനുഭവമാണ്. This experience of the millennial kingdom. ദൈവരാജ്യത്തിന് മൂന്നാമതൊരു അനുഭവമുണ്ട്. There is a third experience of the kingdom of God too. അത് പിതാവാം ദൈവത്തിന്റെ നിത്യരാജ്യമാണ്. That's the eternal kingdom of the heavenly Father. ആ നിത്യരാജ്യത്തെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ആ നിത്യരാജ്യം അവകാശമാക്കണമെങ്കിൽ മാംസരക്തങ്ങൾക്ക് സാധ്യമല്ല. About the eternal kingdom be referred to, flesh and blood cannot inherit that kingdom of the Father. അതിനായി ഇന്ന് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടണം. For the same purpose, you need to be sanctified by the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധീകരണം മാത്രം പോരാ. It is not sufficient once you're sanctified by the Spirit. ആ നിലയിലേക്ക് നീ നടത്തപ്പെടണമെങ്കിൽ ലോകത്തിൽ നിന്നും ലോകക്കാരിൽ നിന്നും ഒരു വേർപാടിൻ ജീവിതം ആവശ്യം. To be guided to that objective, you must observe a separation from the world and the people of the world. ആരംഭത്തിൽ കേട്ടതുപോലെ ദൈവിക രോഗശാന്തിയുള്ള വിശ്വാസം ആവശ്യം. Initially, as we heard, we must have the faith in divine healing. അത് മാത്രം പോരാ, അവരെ വളർത്തിയെടുക്കുവാൻ അപ്പോസ്തലന്മാരുടെ ഉപദേശവും അപ്പോസ്തല ശുശ്രൂഷയും ആവശ്യം. It is not to suffice
in order to rear them up, you need to have the apostolic doctrine and the required apostolic ministry. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞത്. That's what Apostle Paul writes in the epistle to Galatians. ഗലാത്യ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ Galatians chapter 1, അതിന്റെ 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. in verse number 10 it is mentioned. 8-ാമത്തെ വാക്യം. Verse number 8. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നോക്കുക, അപ്പോസ്തലനായ പൗലോസ് തെളിവായി എഴുതി വച്ചിരിക്കുകയാണ്. Apostle Paul in unambiguous terms writes here, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച ഉപദേശത്തിന് വിരുദ്ധമായി contrary to the doctrine which he taught unto you. ആര് ഉപദേശം പറഞ്ഞാലും, If anybody preaches, സ്വർഗത്തിൽ ഇറങ്ങിയ ഒരു ദൂതനായാലോ, even if it is an angel coming down from heaven, അവൻ ശപിക്കപ്പെട്ടവൻ. he is accursed. വിശുദ്ധ യോഹന്നാൻ എന്ത് പറഞ്ഞു? What is Saint John saying? അങ്ങനെ ആരെങ്കിലും ഉപദേശമായിട്ട് വന്നാലോ, If anybody approaches with the truth, അവനോട് കുശലം പറയരുത്, അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. do not hobnob with him, do not consider him. എന്താണ് എന്റെ രഹസ്യം? What's the mystery? ഓ കർത്താവായ യേശു നിന്നെ സ്നേഹിക്കുന്നു. Lord Jesus Christ loves you. അപ്പോസ്തലന്മാരെയും അവരാലുള്ള ഉപദേശവും നിനക്ക് ലഭിച്ചു. Through the apostles, you got the doctrine too. നീ അതിൽ കീഴ്പ്പെട്ട് അനുസരിച്ച് പൂർണ്ണത പ്രാപിക്കണം. You must be submissive, obey the same, attain perfection whereby. നാളെ ഇതെല്ലാം മറ്റൊന്നാ ശ്രേഷ്ഠമെന്ന് പറഞ്ഞാൽ നീ അതിന്റെ പിന്നാലെ പോകരുത്. Tomorrow somebody says that something is more excellent, do not run after the same. ഈ അറിഞ്ഞിരിക്കുന്ന ഉപദേശങ്ങളെ ശരിയായി ഒന്ന് പരിശോധിച്ച് നോക്കണം. You have to examine deeply of the doctrines taught to you. അപ്പോസ്തലപ്രവൃത്തികൾ വായിക്കുമ്പോൾ ചില തിരുവെഴുത്തുകളെ പരിശോധിച്ച് നോക്കിയതുപോലെ നീ ഒന്ന് പരിശോധിക്കണം. As it is mentioned in the Acts of the Apostles, as some people examined the truth, you have to examine the word of God. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് But to move on to Purao, when we were doing the ministry, അവിടെ ചില സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് വരാനിടയായി. some brethren, they did not join us initially. അവർ പെരുമ്പാവൂർ സ്വദേശികളാണ്. They are the inhabitants of Perimbavu. അവർ ചില കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. There were some families യാക്കോബായ കുടുംബത്തിൽ നിന്ന് വന്നവർ. belong to Jacobite backdrop. ഇതൊക്കെ സത്യമാണെന്ന് അറിയാൻ നമ്മുടെ പല സഭകളിലും പോയി അവർ ആരാധനകളിൽ പങ്കെടുത്തു. In order to prove that it is good, they visited many denominations, attended the services there. ഞങ്ങൾ ആരും ഇത് അറിഞ്ഞിരുന്നില്ല. It was not brought to our knowledge. പല സ്ഥലങ്ങളിലും പോയി ആരാധനകളിൽ പങ്കെടുത്തു. They visited different churches, took part in the respective services. അവർക്ക് തന്നെ ബോധ്യമായി, അവർ തന്നെ കണ്ടുപിടിച്ചത് ശ്രേഷ്ഠമാണ്. They were convinced that this is a more excellent ministry. ഇന്ന് കൃപയാൽ അവരെല്ലാം നമ്മുടെ വിശ്വാസികളായി കൂട്ടായ്മയിൽ നിൽക്കുന്നു. Graciously, they become our believers and become steadfast in the truth. പ്രിയ ദൈവമക്കളെ, എന്താണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്? Beloved people of God, what does Saint Paul say? ഞങ്ങൾ നിങ്ങളുടെ അറിയിച്ചതിന് വിരോധമായി ആരെങ്കിലും സുവിശേഷം പറഞ്ഞാൽ, If anyone preaches against the truth, we have informed you. സ്വർഗത്തിൽ ഒരു ദൂതൻ ഇറങ്ങി വന്നാലും അവൻ ശപിക്കപ്പെട്ടവൻ. Even if it is an angel coming down from heaven, he is accursed. കാരണം ഇതല്ലാതെ മറ്റൊരു ഉപദേശമില്ല. For there is no other doctrine greater than this. എന്നാൽ നിങ്ങളെ മറിച്ച് കളയുവാനുള്ള ഉപദേശങ്ങളും ഉപദേഷ്ടാക്കന്മാരും ഇന്ന് ലോകത്തിൽ ധാരാളമുണ്ട്. Plenty teachers and teachings on prevent the world in order to overthrow you from the real truth. അവർക്കോ ആ ഉപദേശങ്ങൾക്കോ നിങ്ങൾ ചെവി ചായിക്കരുത്. Do not incline to them or their teachings. നിങ്ങൾ വചനപ്രകാരം നന്നായി പരിശോധിക്കണം. Scripturally, you have to examine yourself. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപദേശിക്കും. The Holy Spirit of God shall be teaching you. വചനം നിങ്ങളെ ഉപദേശിക്കും. The word of God shall be exhorting you. റോമർ 15:15 എന്താണ് വായിക്കുന്നത്? Romans chapter 15, verse number 15. സമ്പൂർണ്ണ വിശുദ്ധീകരണത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ കഴിയും. You'll be able to reach total sanctification. വെളിപ്പാട് 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Revelation chapter 20, verse 6. നിങ്ങളെ ആരായി തീർക്കുമെന്നാണ് അപ്പോസ്തലൻ യോഹന്നാൻ പറയുന്നത്. Apostles as to how shall you be made? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുവാൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. Blessed and holy is he that find place in the first resurrection. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. Second death has no control over him. അവർ ക്രിസ്തുവിനും ദൈവത്തിനും പുരോഹിതന്മാരായ ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. And the Christian church as praise,
they are going to reign with the grace for 1,000 years. ആകയാൽ പ്രിയ സ്നേഹിതരെ, ദൈവമക്കളെ, Therefore, beloved friends, dear people of God, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 6:8 എന്താണ് പറഞ്ഞത്? in Galatians chapter 6, verse number 8, what does Apostle Paul say? ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യോ. He that sows in the flesh shall reap the destruction from the flesh. ആത്മാവിൽ വിതയ്ക്കുന്നവനോ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യോ. He that sows in the spirit shall find life everlasting from the spirit. നിത്യജീവൻ അവകാശമാക്കുവാൻ ഇതാണ് ഏക വഴി. This is the only way you not inherit life everlasting. കർത്താവായ യേശു അതിനായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. For the same purpose, Lord Jesus Christ had chosen us. കൺവെൻഷൻ കൊണ്ട് അതത്രേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. What is the purpose of this convention? ആകയാൽ ഞാൻ പറഞ്ഞല്ലോ, 2 പുനരുത്ഥാനമുണ്ട്. I already mentioned there are 2 resurrections. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ 5 കൂട്ടരുണ്ട്. The first resurrection there are 5 groups. രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ 2 കൂട്ടരുണ്ട്. The second part there are 2 groups. സഭയുടെ പ്രത്യാശ എന്താണ്? What is the hope of the church? ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കും ഭാഗവുമായി തീരുക. He must be part and portion of the first resurrection. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കും ഭാഗമാകുവാൻ എന്ത് ചെയ്യണം? To be part and portion of the first resurrection, what must you do? ഇന്ന് നിഴലായിട്ട് പഴയ നിയമത്തിൽ പല കാര്യങ്ങൾ കാണാം. To typify, we come across many things in the Old Testament. അതിലൊന്നാണ് ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, One is read in the book of Leviticus. ഇസ്രായേൽ ജനം വാഗ്ദത്തദേശമായ കനാനിലെത്തി. Israelites reached the promised land of Canaan. അവിടെ നിങ്ങൾ വിളവെടുക്കുമ്പോൾ നിലത്തിന്റെ ആദ്യ ഫലം അർപ്പിക്കേണ്ടത് 2 നിലയിലാണെന്ന് അവരെ പഠിപ്പിച്ചു. As they collected the harvest in 2 different ways, you have to offer the fruit. നിങ്ങൾ നിലത്ത് കൃഷി ചെയ്ത് വിളവെടുക്കുമ്പോൾ As you sow the seed and collect the harvest, ഒന്നാമതായിട്ട് അതിന്റെ ആദ്യ ഫല കറ്റ അത് കൊയ്തെടുത്ത് ദൈവസന്നിധിയിൽ കൊണ്ടുപോയി അർപ്പിക്കണം. first the first fruit, the glen should be harvested, sheep should be brought to the presence of God. ആദ്യ ഫലം 2 നിലയിലാണ് അർപ്പിക്കുന്നത്. First fruit is offered in 2 ways. ഒന്നാമത്തെ ഭാഗമാണ് ആദ്യ ഫലത്തിന്റെ കറ്റ. The first part is the sheaf of the first fruit. ബൈബിൾ പഠിച്ചവർക്ക് ഇതെല്ലാം നന്നായി മനസ്സിലാക്കുവാൻ കഴിയും. Those who read the Bible can understand this thoroughly. ലേവ്യ പുസ്തകം 23 അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് വ്യക്തമായി കാണാം. Book of Leviticus chapter 23 verses 9 to 14. അവിടെ ആദ്യ ഫല കറ്റ കൊണ്ടുവരുന്ന വിധം മോശ വിവരിക്കുകയാണ്. Moses speaks about the way in which the sheaf of the first fruit is to be brought. ഈ ആദ്യ ഫല കറ്റ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അർപ്പിക്കുന്നു. This sheaf of the first fruit is offered at the presence of God. ഈ കറ്റ അഥവാ കതിരുകൾ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുകയാണ്. The sheaf or the corn speaks about Lord Jesus Christ. 1 കൊരിന്ത്യർ 15 അധ്യായം 20 വാക്യം വായിക്കുമ്പോൾ ആദ്യ ഫലം ക്രിസ്തു എന്ന് നമ്മൾ വായിക്കുന്നു. 1 Corinthians chapter 15 verse 20, first fruit is Christ, it is mentioned there. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവാണ്. From among the dead, Lord Jesus Christ rose up being the first. എന്നാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ചില ഉപദേഷ്ടാക്കന്മാർ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. In Kerala itself, some instructors preached and taught. കർത്താവായ യേശു ക്രിസ്തു രൂപാന്തര മലയിലായിരിക്കുമ്പോൾ When Lord Jesus Christ was on the mountain of transfiguration, യേശുവിന്റെ അടുക്കിലേക്ക് ചിലർ ചെന്ന് സംസാരിച്ചു. some people approached Lord Jesus Christ and conversed with him. അത് മോശയും ഏലിയാവുമായിരുന്നു. Moses and Elijah. മോശ യേശുവിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നവരും പഠിപ്പിക്കുന്നവരുമുണ്ട്. People teach and say, claim Moses rose up before Jesus. അത് തെറ്റായ ഉപദേശമാണ്. It's erroneous doctrine. 1 കൊരിന്ത്യർ 15 അധ്യായം 20 വാക്യത്തിൽ വായിക്കുമ്പോൾ 1 Corinthians chapter 15 verse 20. ആദ്യ ഫലം ക്രിസ്തു എന്ന് വായിക്കുന്നു. First fruit is Christ. മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റത് കർത്താവായ യേശുവാണ്. Lord Jesus Christ as a first fruit rose among the dead. ഈ ആദ്യ ഫലം അർപ്പിക്കുന്ന ആദ്യത്തെ കറ്റ കർത്താവായ യേശുവിനെ കാണിക്കുന്നു. First sheaf of the first fruit typifies Lord Jesus Christ. രണ്ടാമതായിട്ട് 15 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ Secondly, verses 15 to 17. ആദ്യ ഫലത്തിന്റെ രണ്ടാമത്തെ ഭാഗമായ 2 അപ്പങ്ങൾ അർപ്പിക്കുന്നുണ്ട്. The second part of the first fruit, 2 loaves are offered. ഈ 2 അപ്പങ്ങൾ എന്ന് പറയുമ്പോൾ 2 loaves speak about, കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് തന്റെ തിരുസഭയെ കാണിക്കുകയാണ്. speaks about the church of God along with the Lord Jesus Christ. അഥവാ പുതിയ നിയമസഭ. In other words, the New Testament church. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായത് Lord Jesus Christ became a sacrifice on Calvary. തേജസ്സേറിയ ഒരു സഭയ്ക്ക് വേണ്ടിയാണ്. Not to create a glorious church only. ആ തേജസ്സേറിയ സഭയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. That glorious church has got 2 parts. ഒന്ന് പുതിയ യെരൂശലേം
എന്നൊരു ഭാഗം, രണ്ട് സിയോൻ എന്ന മറ്റൊരു ഭാഗം. The first part is New Jerusalem, second one is Zion. ഇവർ കർത്താവിന്റെ രഹസ്യ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടാൻ പോകുകയാണ്. They are going to be raptured at the secret advent of the Lord. 1 Corinthians 15 അധ്യായത്തിലെ 20 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 1 Corinthians chapter 15 verse 20 onwards, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ എന്ന് കാണുന്നുണ്ട്. again those are Christ at his coming. ഈ ആദ്യഫല കറ്റ എന്ന് പറഞ്ഞാൽ തന്റെ പുതിയ എടുത്തുകൊള്ളപ്പെടുന്ന സഭയെ സൂചിപ്പിക്കുന്നു. രണ്ട് അപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ എടുത്തുകൊള്ളപ്പെടുന്ന സഭയെ സൂചിപ്പിക്കുന്നു. 2 loaves indicate the church that's going to be caught up. ആദ്യഫല കറ്റ ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ The sheep, the first fruit, speaks about ഈ Christ. രണ്ടപ്പം തന്റെ സഭയെ കാണിക്കുന്നു. These 2 loaves typify the church of God. ഈ രണ്ടെന്ന് പറയുന്നതിൽ പല അർത്ഥമുണ്ട്. 2 has got multifarious meanings. സഭ അകത്തും പുറത്തും സാക്ഷ്യം പ്രാപിച്ച സഭയായിരിക്കണം. Church within and without should have a proper testimony. സഭ ക്രിസ്തുവിന്റെ വചനപ്രകാരം പൂർണ്ണത പ്രാപിക്കണം. Church must attain perfection according to the word of Christ. സഭ തികച്ചും സാക്ഷ്യമുള്ള സഭയായിരിക്കണം. Exclusively, the church must have the testimony. ആ സഭയിൽ നിന്നാണ് പുതിയ യെരൂശലേമിലുള്ളവരും സിയോനുള്ളവരും എടുത്തുകൊള്ളപ്പെടാൻ പോകുന്നത്. From the church only, those are of Jerusalem and Zion caught up. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the most holy name of God. ആ പുതിയ സഭ കർത്താവായ യേശുവിന്റെ രഹസ്യവരങ്ങൾ എടുത്തുകൊള്ളപ്പെടാൻ പോകുകയാണ്. The new church is going to be taken up at the secret advent of Lord Jesus Christ. എടുത്തുകൊള്ളപ്പെടൽ എന്താണ് ആവശ്യം? What is the prerequisites to be caught up? ഒരുവന്റെ ദേഹം, ദേഹി, ആത്മാവ് സമ്പൂർണ്ണ വിശുദ്ധീകരണം പ്രാപിക്കണം. A person should find total sanctification in the body, soul and the spirit. പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അത് വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. Why write Epistle to Thessalonians, Saint Paul speaks about vividly. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കട്ടെ. May the God of peace sanctify you wholly. അതുകൊണ്ടാണ് യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ഉപദേശം പറഞ്ഞപ്പോൾ That's why while Lord Jesus Christ was on this planet of earth while teaching, ദൈവരാജ്യത്തെ പല പല ഉപമകളാൽ അവൻ തെളിയിച്ചു. the kingdom of God was proved through diverse parables. അതിലൊന്നാണ് സ്വർഗരാജ്യം പുളിച്ച മാവിന് സദൃശം. How which one is the kingdom of God is likened to leavened lump. അതൊരു സ്ത്രീ കണ്ടാറെ 3 പറ മാവിൽ മുഴുവൻ പുളിച്ചു വരുവോളം അടക്കി വെച്ചു. The woman found that one, she contained that till the whole lump is leavened in 3 measures of dough. ഈ 3 പറ മാവെന്ന് പറയുന്നത് അരിയും ഉഴുന്നും ചേർന്നുള്ള മാവല്ല. 3 measures of dough, that does not speak about the dough mixed with the rice and the blue gram. നമ്മുടെ അമ്മമാർ സഹോദരിമാർ സാധാരണ അപ്പത്തിനും മറ്റുമൊക്കെ അങ്ങനെ പുളിപ്പിച്ചെടുക്കാറുണ്ടല്ലോ. Our mothers in not have the loaf or appam, they used to ferment this one. എന്നാൽ ഇത് അതല്ല. It is not so. ഇതൊരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. It speaks about a human being. 3 ഘടകങ്ങൾ, ദേഹം, ദേഹി, ആത്മാവ്, 3 ഘടകങ്ങളുള്ള മനുഷ്യൻ. 3 constituents, namely body, soul and spirit. അവൻ പൂർണ്ണനായി തീരണമെങ്കിൽ ഒരു പുളിമാവ് അവനിൽ വരണം. To become perfect, a leaven should operate in him. പുളിമാവിനെ കുറിച്ച് 2 ഉപദേശങ്ങളാണ് ഉള്ളത്. About the leaven, 2 doctrines are prevalent. ഒന്ന്, ഈ പുളിമാവ് വിശുദ്ധിയെ വെളിപ്പെടുത്തുന്നു. What this leaven speaks about holiness. അതിന് മറ്റൊരു ഭാഗമുണ്ട്, അശുദ്ധിയെയും കാണിക്കുന്നുണ്ട്. This the counterside speaks about unholiness too. എന്നാൽ ദൈവത്തിന്റെ ജനം ഇത് മനസ്സിലാക്കി മുൻപോട്ട് പോകണം. People should understand this and move forward. ഇവിടെ യേശു പറഞ്ഞു മുഴുവൻ പുളിച്ചു വരുവോളം അടക്കി വെച്ചു. Lord Jesus Christ said then till the whole lump became leavened, it was contained. കർത്താവിന്റെ രഹസ്യവരമെങ്കിൽ സഭ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ At the coming of the Lord, the church is to be raptured. ദേഹം, ദേഹി, ആത്മാവ് സമ്പൂർണ്ണ വിശുദ്ധീകരണം പ്രാപിച്ചേ മതിയാകൂ. Body, soul and spirit should be totally sanctified. ഒരു പ്രാകൃത മനുഷ്യനായി ജീവിച്ചുകൊണ്ട് സാധ്യമല്ല. Simply observing a natural life, you cannot do this. സ്നാനം സ്വീകരിച്ചുകൊണ്ട് മാത്രമായില്ല. By administering water baptism, this is not going to be pragmatic. അഭിഷേകം പ്രാപിച്ചത് കൊണ്ട് മാത്രമായില്ല. By being anointed, again, it is inadequate. റോമർ 15:15 നിങ്ങൾ വായിച്ചു നോക്കിയല്ലോ. Romans 15:15, you went through. ആത്മാവിനാൽ വിശുദ്ധീകരണം പ്രാപിച്ചേ മതിയാകൂ. By the Spirit, you cannot but be sanctified. ആ പരിശുദ്ധാത്മാവ് നമ്മെ പറന്നുയരുവാൻ യോഗ്യരാക്കി ഒരുക്കും. Holy Spirit is preparing us to fly off. ഇന്നെന്ന പോലെ ഒരു നാൾ നമ്മുടെ കർത്താവായ യേശു ആത്മവിടവാളനായി മധ്യാകാശത്തിൽ വെളിപ്പെടും. Not today, one day, Lord Jesus Christ will appear in the midst sky of the spiritual bridegroom. മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ പൂർണ്ണമാക്കപ്പെട്ട വിശുദ്ധന്മാർ അഥവാ സിയോനും പുതിയ യെരൂശലേമും ഉള്ളവർ ഇവിടുന്ന് രൂപാന്തര ശരീരം പ്രാപിക്കും. When he appears in
in the sky, New Jerusalem side, and the perfected saints of God are going to meet him. ഒരു കൂട്ടം ജനങ്ങൾ അതിനു മുമ്പ് മരിച്ച് അടക്കപ്പെട്ട് കല്ലറയിലായിരിക്കും. Before the events, one man the people shall die, buried, and shall be in the graves. ഇതാ അവർ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേൽക്കും. From the graves, they are going to rise up. ജീവനോടെ പ്രത്യാശയോടെ ജീവിക്കുന്നവരോ രൂപാന്തര ശരീരം പ്രാപിക്കും. With the hope, those who remain alive find the body of transformation. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഇവരെല്ലാം അവന്റെ സാക്ഷികളത്രേ. We are all witnesses for the same. എന്താണ് ഞങ്ങളുടെ ആഗ്രഹം? Whatsoever desire, ഞങ്ങളുടെ പ്രത്യാശയായ യേശു ആത്മഗുണവാനായി വെളിപ്പെടും. Jesus' hope is going to appear as the spiritual bridegroom. അവൻ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ഞങ്ങൾ പറന്നു പോകും. When he appears in the mid sky, we are going to fly off to meet him. ഈ പ്രത്യാശയോടെയായിരുന്നു അനേക ഭക്തന്മാർ ലോകത്തിൽ ജീവിച്ചത്. Holding fast the same hope, many saints did their life in this world. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പിതാവിന്റെ അടക്കാരാധന നടത്തി. A few days ago, I conducted the burial service of a father. ആ പിതാവ് തന്റെ കുടുംബത്തോട് കൂടെ കൂടെ പറയുമായിരുന്നു, That father often would say unto the members of the family, മക്കളെ യേശു വരും, children, Jesus will come. ഞാൻ എടുത്തുകൊള്ളപ്പെടും. I'll be caught up. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? Tonight, how many have such a hope? ഇതാ ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവന്റെ വരവിങ്കൽ. Behold, first for Christ, thereafter those who are of Christ, at his appearance. ദൈവത്തിലെ ജനം എടുത്തുകൊള്ളപ്പെടുവാൻ സമയമായി. The time is at hand. The people of God are going to be raptured. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവൻ കൊയ്യാൻ പോകുകയാണ്. He that sows in the spirit, he is going to reap everlasting life in the spirit. അതിനുള്ള സമയം ഏറ്റവും അടുത്തു പോയി. The time is inching closer. ലക്ഷണങ്ങളെല്ലാം അവൻ നമ്മെ വിളിച്ചറിയിക്കുന്നു. All the signs are proclaiming the same even to us. ഇന്ന് ലോകത്തിൽ കാണുന്ന സംഭവങ്ങളെല്ലാം അതിന് മുന്നോടിയായി നടക്കേണ്ടത് തന്നെ. All the events are a prelude to take place for the same purpose. എന്നാൽ ഇവയെല്ലാം കാണുമ്പോൾ ദൈവസഭ നിവർന്ന് തല ഉയർത്തേണം. On witness all these things, child of God, lift up a hand and lift up eyes. തല ഉയർത്തുക എന്ന് പറഞ്ഞാൽ പോകുന്നതിന് വേണ്ടി ഒരുക്കപ്പെടുക. Lift up your head, which means get ready to fly. പാട്ടുകാരൻ പാടിയതുപോലെ എപ്പോൾ ഞാൻ ദൈവസന്നിധാനത്തിൽ ചെല്ലുവാൻ As the ഇടയാകും. singer sings, when shall I reach the presence of God? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ഒരു ദാഹം നമുക്ക് ആവശ്യം. As the heart is panting on the water brook, so we need to have a thirst spiritually. അവർ ഈ ദുഷ്ടലോകം വിട്ട് പറന്നു പോകാൻ പോവുകയാണ്. We are going to fly off from this wicked world. അടുത്തായിട്ട് നാം ചിന്തിക്കുമ്പോൾ Thereafter, ഒന്നാം പുനരുത്ഥാനത്തിൽ മൂന്നാമതൊരു കൂട്ടരുണ്ട്. the first resurrection, there is a third group, ഉപദ്രവകാല രക്തസാക്ഷികൾ. martyrs of the dispensation of persecution. നാലാമതൊരു കൂട്ടരുണ്ട്. There is a fourth group, ഏലിയാവ്, ഹനോക്ക്. Elijah and Enoch. അഞ്ചാമതൊരു കൂട്ടരുണ്ട്. There is a fifth group, പഴയ നിയമ വിശുദ്ധന്മാർ. Old Testament saints. ഇവരെല്ലാം ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കാളികളാണ്. All these are going to be partakers എന്നാൽ of ഇന്ന് the first രാത്രി resurrection. ഞങ്ങൾ പറയട്ടെ, Tonight, let us tell you, ഇവരിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പറയുന്നതാണ് പുതിയ നിയമസഭ. the most prodigious is the New Testament church. ഈ പുതിയ നിയമസഭയ്ക്ക് കർത്താവായ യേശു എന്താണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? What's the promise given to the New Testament church by Christ Jesus? ജയിക്കുന്നവൻ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. The gold command shall be granted to sit with me in my own throne. ആത്മാവിൽ വിതയ്ക്കുന്നവർ നിത്യജീവനെ കൊയ്യുമെന്ന് പറഞ്ഞാൽ അതാണ്. Those who sow in the spirit going to reap everlasting life. This is the meaning of the same. അവർ ജയാളിയായ കർത്താവായ യേശുവിനോടുകൂടെ എന്നവനേക്കും സിംഹാസനത്തിൽ ഇരിപ്പാൻ പോകുകയാണ്. Forever and ever, they are going to be seated on the throne with the Lord Jesus Christ, who is the overcomer. ഞങ്ങളുടെ പ്രതീക്ഷ അത് മാത്രമാണ്. That alone is our hope. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് മറ്റൊരു പ്രതീക്ഷയും ഇല്ല. We have no other expectation in this world. ഇന്നെന്ന പോലെ ഒരു നാളിൽ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടും. Like today, one day Lord Jesus Christ shall appear. ആത്മാവിൽ വിതയ്ക്കുന്നവർ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. Those who sow in the spirit they shall reap life everlasting. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. Those who sow in the flesh shall reap condemnation in the flesh. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. As he sows, so must you reap. ഇന്ന് രാത്രി ഞങ്ങൾ ഓർപ്പിക്കുകയാണ്, Tonight, let us remind you, നിങ്ങൾ ഏത് നിലയിലാണ് വിത നടത്തുന്നത്? in which status are you sowing? ഇന്ന് അനേക വിതകൾ നടക്കുന്നുണ്ട്. Different branches of sowing take Pala- place today. പല നിലയിലുള്ള വിളവെടുപ്പും നടന്നേക്കാം. Different perspectives of harvesting also taking place. എന്നാൽ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, The Bible speaks of something tangible. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യോ. Man shall reap as he sows.
ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യുമ്പോൾ Here they sows in the flesh as they reap condemnation in the flesh. നിത്യമായ ശിക്ഷാവിധിയിലേക്ക് പോകുമ്പോൾ As is marching into eternal condemnation. ആത്മാവിൽ വിതയ്ക്കുന്നവനോ ആത്മാവിൽ നിത്യജീവൻ കൊയ്യും. He that sows in the spirit shall reap life everlasting in the spirit. അവർ കർത്താവായ യേശുവിനെ നിത്യം നിത്യമായി വാഴാൻ You പോകുകയാണ്. are going to reign with the Lord Jesus Christ ever and ever. അതിനുള്ള സമയം ഏറ്റവും അടുത്തു പോയി. The time is far approaching. ഇന്നെന്ന പോലെ ഒരു നാൾ കാഹളം ധ്വനിക്കും. Like today, one day trump is going to shout. കർത്താവ് താൻ ഗംഭീരനാഥത്തോടുകൂടെ മധ്യാകാശം ഇറങ്ങി വരും. The Lord is going to come with a great shout in the mid sky. പ്രധാന ദൂതന്റെ ശബ്ദം അപ്പോൾ മുഴങ്ങും. The shout of the archangel shall be sounded then. ദൈവത്തിന്റെ കാഹളം അവിടെ The ധ്വനിക്കും. trump of God is going to be resounded there. രണ്ട് കാര്യങ്ങൾ അപ്പോൾ നടത്തപ്പെടും. Two things are going to take place simultaneously. ഒന്ന്, ഈ പ്രത്യാശയിൽ ജീവിച്ചു മരിച്ചടക്കപ്പെട്ടവർ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേൽക്കും. One, the people who died in this hope from the sepulchre, they shall rise up. രണ്ട്, ഈ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ രൂപാന്തര ശരീരം പ്രാപിക്കും. Second, about the people holding for the hope, waiting for the Lord, shall be transformed. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് യേശുവിന്റെ അതേ പ്രതിരൂപം പ്രാപിക്കും. Putting glory after glory, they are going to be identified unto the same image of Christ. മാംസരക്തങ്ങൾക്ക് കടക്കുവാൻ കഴിയാത്ത പ്രാപിപ്പാൻ കഴിയാത്ത ഒരു തേജസ്സേറിയ അനുഭവം പ്രാപിക്കും. You are going to put on a glorious experience which flesh and blood cannot inherit nor receive. നിത്യതയിൽ അതിമഹത്വമേറിയ ഒരു അനുഭവം അവർക്ക് വേണ്ടി കർത്താവായ യേശു ഒരുക്കാൻ പോയിരിക്കുന്നു. Lord Jesus Christ has gone eternity in order to prepare the most glorious experience for such. ആ മഹത്വപൂർണമായ വാസസ്ഥലം ഒരുക്കി യേശു കർത്താവ് ആത്മോണവാളനായി വെളിപ്പെടും. Lord Jesus Christ is going to appear as a spiritual bridegroom after preparing that glorious point. അവൻ വെളിപ്പെടുമ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനം When he appears, a band of people waiting for him, ആത്മാവിൽ വിതച്ച് sowing in the spirit, ആത്മശക്തിയാൽ കാക്കപ്പെട്ട് being preserved in the spirit, ലോകത്തിന്റെ മാലിന്യങ്ങളെ വിട്ട് eschewing the pollutions of the world, ജഡത്തിലും ആത്മാവിലെയും സകല കന്മഷവും നീക്കി keeping off filth in the body, soul and the spirit, ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കുന്ന ദൈവത്തിന്റെ ജനം perfecting holiness in the fear of God, രൂപാന്തര ശരീരം പ്രാപിക്കൂ. going to put on the body of transformation. നമുക്ക് നമ്മുടെ കണ്ണുകളെ Shall അടയ്ക്കാം. we close our eyes? എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്? How many long for this one? അടുത്ത മകലെയുമായി ഞങ്ങളെ സ്നേഹിക്കുന്ന മാന്യ മിത്രമേ, Beloved gentlemen, listen to us here and far away. സ്നേഹിതരെ, Beloved friends, തെറ്റിദ്ധാരണ കൂടാതെ ഈ വചനം ഏറ്റെടുക്കുമോ? without misconception, as you undertake the word of God, കർത്താവായ യേശു നിന്നെ സ്നേഹിക്കുന്നു. Lord Jesus Christ loves you. അവൻ എനിക്കെന്ന പോലെ നിനക്കും മതിയായവൻ. Like me, He is enough for you too. നിനക്ക് വേണ്ടി അവൻ സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയാണ്. For you, He has gone to prepare a place. നിന്റെ പാപജീവിതത്തെ ഉപേക്ഷിക്കുമോ? Will He shun away your sinful life? ഇതുവരെയും കടന്നുപോയ പാപം നിറഞ്ഞ പാതയെ നീ വിട്ടുപോകുമോ? The sinful one that I have trodden so upon, will He keep off? ഒരു നിമിഷം നിന്റെ കണ്ണടച്ചാട്ടെ. For a minute, close your eyes. നീ ഒന്നേറ്റു പറയുക, Just confess. കർത്താവായ യേശുവേ, ഞാനൊരു പാപി. Oh Lord Jesus Christ, I am a sinner. എന്റെ പാപത്തിൽ എന്നെ വിടുവിക്കണമേ. Deliver me from my sins. നീ സ്നേഹവാനായ ദൈവം. You are an embodiment of നീ love. എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി ഞാൻ വിശ്വസിക്കുന്നു. I believe He became a sacrifice for me on Calvary. എന്നോട് ക്ഷമിക്കണമേ എന്ന് കണ്ണുനീരോടെ പറഞ്ഞാട്ട് With the tears plead, oh Father, forgive unto me. നിശ്ചയമായി നിനക്ക് ക്ഷമ കിട്ടും. Truly, you will be forgiven. ദൈവസ്ഥലം നമ്മെ തന്നെ സമർപ്പിച്ചാട്ട് Let us stand ourselves in the presence of God. ദൈവജനങ്ങൾ എല്ലാവരും മുഴങ്കാൽ മടക്കിയാട്ട് Please be on the knees. കണ്ണുകളെ അടച്ചാട്ട് Close your eyes. ഒരു നിമിഷം കേട്ട വചനത്തിന് മുന്നിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. Before the word of God, let us humble ourselves for a minute. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. Oh Lord, tonight I surrender. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. Man reaps as he sows. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. With the source of the flesh shall reap corruption. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. He sows in the spirit shall find life everlasting. എനിക്ക് നിത്യജീവനാകുന്ന വിളവെടുപ്പ് പ്രാപിക്കണം. I must have the harvest which is everlasting life. ആ മഹാസന്തോഷത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണം. I must enter that great joy. എനിക്ക് എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് പോകണം. I must access to the presence of my Lord. ഞാൻ എന്റെ പ്രിയനെ എത്രയും വേഗം കാണും. When I will see my beloved. ഞാൻ അവനോട് അനുരൂപനായി തീരും. I will be fashioned unto him. എനിക്ക് വേണ്ടി ഒരു നിത്യത ഞാൻ പ്രാപിക്കും. I'll possess eternity which is
prepared for me. ദൈവസിംഹാസനത്തിൽ ചെന്നുവന്നേക്ക് ഞാൻ വാഴും. Forever I shall reign on the throne of ഈ God. കൺവെൻഷന്റെ രണ്ടാമത്തെ രാത്രിയില് On the second evening of this convention, കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ താല്പര്യപ്പെടുന്ന എല്ലാ ദൈവമക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. all the people of God willing to do the will of God stand up. കേട്ട വചനം പ്രതികാരത്തിനും ശിക്ഷാവിധിക്കും കാരണമായി തീരാതിരിപ്പാൻ Word of God should not be a source of condemnation for you. ദൈവമക്കളെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. People of God, let us resurrender ourselves. നമ്മുടെ ചിന്ത എന്താണ്? What's our mindset? ആത്മാവിൽ ചിന്തയുള്ളവരായിരിപ്പീൻ. We must be spiritually minded. ജഡത്തിന്റെ ചിന്ത നമുക്ക് വേണ്ട. Carnally minded, let us forgo. ആത്മാവിന്റെ വിധം നമുക്ക് മതി. Let us have the sowing in the spirit. ജഡത്തിന്റെ വിധം നമുക്ക് വേണ്ട. Let us keep off the sowing in the flesh. ആത്മാവിൽ വിതയ്ക്കുന്ന വിധം നമുക്ക് മതി. Let us have the sowing in the അവർ spirit. നിത്യജീവൻ കൊയ്യോ. They will reap eternal life. ഇന്ന് രാത്രി നീ ഉറക്കെ പറഞ്ഞാട്ടെ, Tonight cry aloud. ഞാൻ നിത്യജീവൻ അവകാശമാക്കും. I will inherit eternal life. സാത്താൻ തോറ്റുപോകട്ടെ. When the devil be put to death, നിന്നെ അടിമപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടശക്തികൾ നിന്നെ വിട്ടുപോകട്ടെ. the wicked power that wants to engulf you, let ഇന്ന് it രാത്രി be away. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിക്കുകയാണ്. Holy Spirit of God is working mightily. എല്ലാവരും തങ്ങളത്തിന് സമർപ്പിച്ചാട്ടെ. All surrender yourself. എല്ലാവരും ആത്മശക്തി ഇടം കൊടുത്താട്ടെ. Give room for the Spirit of ഒരു God. ശക്തമായ അഭിഷേകം ഉണ്ടാകട്ടെ. May mighty anointing operate in ഈ you. രണ്ടാമത്തെ രാത്രിയോ അഭിഷേകത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. The secondary wind with anointing. എല്ലാ ഹൃദയങ്ങളും സന്തോഷിക്കട്ടെ. Let all hearts rejoice. കൈകളെ അടിച്ചൊരു ആത്മാവിൽ നിറഞ്ഞാട്ടെ. Clap your hands and rejoice in the Spirit. അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. Talk in tongues. എത്ര പേര് തേജസ്സിന്റെ വചനം ഏറ്റെടുത്തു? How many have taken up the word of glory? ഈ രൂപാന്തരത്തിന്റെ വചനം ഏറ്റെടുത്തു. How many accept the word of transformation? അതേ നമുക്ക് പറന്നു പോകണം. We must fly off. യേശുവിന്റെ അടുക്കലേക്ക് പറന്നു പോകണം. We must fly to the presence of Jesus. ആത്മബലവാനെ മുഖാമുഖമായി കാണണം. We must see the spiritual breakthrough face to അപ്രത്യാശയുള്ള face. ആത്മശക്തിയാൽ നിറഞ്ഞാട്ടെ. With the hope and be filled with the Spirit of കൈകളെ God. കൂട്ടിയുടെ ആത്മാവിൽ ശക്തിപ്പെട്ടാട്ടെ. Come on, clap your hands, be strong in the Spirit. അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. Talk in tongues. ഒപ്പം കർത്താവേ എന്നെ ഒരു പ്രാപ്തനാക്കണമെന്ന് പറഞ്ഞാട്ടെ. Say, oh Lord, enable me. കർത്താവേ എനിക്ക് സ്വയമായൊരു കഴിവില്ല. Oh Lord, I'm not capable by myself. അങ്ങനെ പ്രാപ്തനാക്കണമെന്ന് പറഞ്ഞാട്ടെ. Oh Lord, make me holy. ഇതാ ഒരു പുതിയ ശക്തി സിയോനിൽ പകരപ്പെടുന്നു. For Zion power is coming down. ശക്തമായ അഭിഷേകം ഇറങ്ങുന്നു. Mighty anointing is coming down. അനേക യുവതികൾ യുവാക്കന്മാർ ദൈവശക്തി പ്രാപിക്കുന്നു. Many youngsters receive the power of എല്ലാവരും God. അഭിഷേകത്തിന് കൊടുത്താട്ടെ. All give room for the Holy Spirit. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശബന മംതിരബലഗട മംതിരഗട ബലഗട ബൗഷ. വായി തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Open your mouth and praise God. യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, Youngsters, children, പ്രായമുള്ളവർ seniors, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. all people praise God. ദൈവകൃപയ്ക്ക് ഇടം കൊടുത്താട്ടെ. Give room for the grace of God. ശക്തമായ അഭിഷേകം ഉണ്ടാകട്ടെ. May mighty anointing work in you. ഇതാ കർത്താവ് നമ്മുടെ മധ്യേ നടകൊള്ളുകയാണ്. The Lord is moving in our midst. നിന്റെ പരാജയങ്ങളെല്ലാം വിജയമാക്കി തീർക്കുവാൻ, The defeat is going to be converted to victory. രോഗത്തിന് സൗഖ്യം തരുവാൻ, To heal your sickness. നിന്നെ സിയോനാക്കി രൂപാന്തരപ്പെടുത്തുവാൻ, To transform you into Zion. പുതിയ യെരൂശലേമിന് To യോഗ്യനാക്കുവാൻ. make you worthy for ഇതാ ഒരു the ശക്തമായ Zion. അഭിഷേകം സിയോൻ നിറങ്ങുന്നു. Behold, the mighty power is coming from Zion. ഹല്ലേലൂയ ഹല്ലേലൂയ. Praise the Lord. ശബന Praise the Lord. മംതിരബലഗട ബഗല ബൗഷ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവീൻ. All keep on praising God. അഭിഷേകം പ്രാപിച്ച് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. Anointed people glorify ഒരു God. പുതിയ അഭിഷേകത്തിന് ഇടം കൊടുക്കുവീൻ. Glorify a fresh anointing. നാം പറന്നു പോകേണ്ടവരാണ്. We are expected to fly. നാം ഓടിയല്ല പോകേണ്ടത്, Not simply running, നടന്നല്ല പോകുന്നത്. not walking. നാം പറന്നു പോകേണ്ടവർ. We must fly. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let's praise God. ഹല്ലേലൂയ. വരുമ്പോൾ അവന്റെ കൂടെ പറന്നുപോയാൽ എല്ലാവരും ചേർന്ന് പാടിക്കട്ടെ. പ്രിയൻ വരുമ്പോൾ കൈതട്ടി പാടിക്കട്ടെ. Clap your hands. പറന്നുപോയാൽ മതി എനിക്ക് പറന്നിടുവാൻ വേണ്ടതായ